السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. أما بعد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم. صدق الله مولانا العظيم. പ്രിയ സഹോദരങ്ങളെ, ഇതുവരെ നമ്മൾ പറഞ്ഞ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ, സൗദ റളിയല്ലാഹു തആല അൻഹ, ആയിഷ റളിയല്ലാഹു തആല അൻഹ, ഹഫ്സ റളിയല്ലാഹു തആല അൻഹ, ഇവരൊക്കെ ഖുറൈശികളാണ്. ഖുറൈശി തറവാട്ടിലുള്ള വ്യത്യസ്ത വംശങ്ങളിൽ വന്നവരാണെന്ന് മാത്രം. എന്നാൽ അറബി വംശജയും ഖുറൈശി അല്ലാത്തവരുമായ പുതിയൊരു അതിഥിയാണ് ഇന്ന് ആദ്യം വരുന്നത്. ബദർ യുദ്ധം തുടങ്ങി ആദ്യം തന്നെ നേരിട്ടുള്ള ദ്വന്ദ്വയുദ്ധത്തിൽ പരിക്കേൽക്കുകയും ബദർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിമധ്യേ സഫറായിൽ വഫാത്താവുകയും ചെയ്ത ബഹുമാനപ്പെട്ട ഉബൈദത്ത് റളിയല്ലാഹു തആല അൻഹു മുത്തലിബി വംശജനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യ കുടുംബമാണ്. മഹാനവറുകളുടെ പത്നിയായിരുന്നു സൈനബ് ബിന്ത് ഹുസൈമ അൽ ഹിലാലിയ. ഒരു ഖുറൈശിയത്തല്ല, ഹിലാലിയ. ഹിലാലിയ അറബി വംശം തന്നെയാണ്, പക്ഷെ ഖുറൈശി അല്ല എന്ന് മാത്രം. ബദർ യുദ്ധത്തിൽ മഹാനവറുകൾ ഷഹീദായപ്പോൾ ഇവരിൽ മക്കളില്ല. സൈനബ ബീവിയിൽ അവര് യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഒരു വർഷത്തിൻ്റെ ശേഷമാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വിവാഹം ചെയ്യുന്നത്. ഇതാണ് പ്രബലമായ അഭിപ്രായം. എന്നാൽ ഉഹദ് യുദ്ധത്തിൽ ഷഹീദായ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പത്നിയായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടവരും ഉണ്ട്. രണ്ടായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൊട്ടടുത്ത ബന്ധുക്കളാണ്. മഹദിയായ ഉമ്മുൽ ഫളൽ, അബ്ബാസ് റളിയല്ലാഹു തആലയുടെ പത്നി ഉമ്മുൽ ഫളൽ റളിയല്ലാഹു തആല പിന്നീട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിയായ മൈമൂന റളിയല്ലാഹു തആല ഉൾപ്പെടെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആലയുടെ ഉമ്മ മുതൽക്ക് അതൊക്കെ ഒരു ഉമ്മാൻ്റെ മക്കളാണ്. മഹദി അവർകൾ ജാഹിലിയ കാലത്ത് തന്നെ ഉമ്മുൽ മസാക്കീൻ എന്ന പേരിൽ അറിയപ്പെടുന്നവരാണ്. അത്രയും പാവപ്പെട്ടവരോട് വലിയ അനുകമ്പയും സ്നേഹവാത്സല്യവും, തൻ്റെ കയ്യിലുള്ളതെല്ലാം അവർക്ക് കയ്യഴിച്ച് വാരിക്കോരി കൊടുക്കുന്ന സ്വഭാവമുള്ളവരായിരുന്നു ആദ്യകാലത്ത് തന്നെ അവർ. പിന്നെ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ അത് കൂടി. മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വിവാഹം ചെയ്യുമ്പോൾ അവർക്ക് 30 വയസ്സ് പ്രായമാണ്. പക്ഷേ അധികം കൂടുതൽ വിശദമായ ചരിത്ര ഭാഗങ്ങളൊന്നും ലഭ്യമല്ല. അതിൻ്റെ ഒരു കാരണം മഹദി അവർകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിയായി ഉമ്മുൽ മുഅ്മിനീൻ എന്ന മഹത്തായ സൗഭാഗ്യം ലഭിച്ചതിന് ശേഷം വളരെ കുറച്ച് കാലമേ ജീവിച്ചിട്ടുള്ളൂ. ഏറെ കൂടുതൽ പറഞ്ഞവർ 8 മാസം എന്നാണ് പറഞ്ഞത്. എന്നാൽ 2 മാസം അല്ലെങ്കിൽ 3 മാസം എന്ന അഭിപ്രായത്തിനാണ് കൂടുതൽ പ്രാബല്യം. അപ്പോൾ 2-3 മാസം മാത്രം ആ സ്ഥാനത്തിരിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കാര്യമായ ചരിത്ര സംഭവങ്ങൾക്കൊന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബജീവിതത്തിൽ സമയം ലഭിച്ചിട്ടില്ല. എങ്കിലും അവരെ പരാമർശിക്കാതെ പോകാൻ പറ്റില്ല.
കാരണം ഉമ്മുൽ മുഅ്മിനീൻ എന്ന ബഹത്തായ ഭാഗ്യം ലഭിച്ചതിൻ്റെ പുറമെ മദീനയിൽ അവർ വഫാത്താവുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അവരുടെ ശേഷക്രിയകൾക്കൊക്കെ നേതൃത്വം വഹിച്ചത്, മയ്യിത്ത് നിസ്കരിച്ചതും ഖബറിലേക്ക് ഇറക്കിയതും. ആ ഭാഗ്യം കിട്ടിയ പത്നിമാർ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയും മഹദിയായിരിക്കുന്ന സൈനബ ബിൻത് ഖുസൈമയും മാത്രമുള്ളൂ. ബാക്കി എല്ലാവരും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഹലോകവാസം വെടിഞ്ഞതിന് ശേഷമാണ് വഫാത്താകുന്നത്. ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹു മക്കയിലാണ് വഫാത്തായത്. അന്ന് മയ്യിത്ത് നിസ്കാരമില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മയ്യിത്ത് നിസ്കാരം നിർവഹിച്ച പത്നി എന്ന ബഹുമതി ബഹുമാനപ്പെട്ട സൈനബ ബിൻത് ഖുസൈമ റളിയല്ലാഹു തആല. അവരുടെ മരണശേഷം പിന്നീട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ 4-ാം വർഷത്തിൽ വിവാഹം കഴിച്ച മഹദിയാണ് ബഹുമാനപ്പെട്ട ഉമ്മു സലമ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹിന്ദ് ബിന്ത് അബി ഉമയ്യ. മക്ക കണ്ട ഏറ്റവും വലിയ ധർമ്മിഷ്ഠനും പ്രമാണിയും ഗോത്രത്തലവനുമായിരുന്ന ബനു മഖ്സൂം ഗോത്രക്കാരനാണ്, ബുജൈലിൻ്റെ ഒക്കെ ഗോത്ര. അങ്ങനത്തെ ഏറ്റവും പ്രസിദ്ധമായ ഗോത്രത്തലവനും വലിയ ലോകപ്രസിദ്ധ ധർമ്മിഷ്ഠനുമാണ്. അയാൾ എവിടെ യാത്ര പോകുമ്പോഴും സഹയാത്രികർ വഴിയാത്രക്കുള്ള ചെലവ് കൊണ്ടുപോകാൻ പാടില്ല എന്നത് വ്യവസ്ഥയാണ്. യാത്ര പുറപ്പെട്ടാൽ ലക്ഷ്യത്തിലെത്തി ആവശ്യം കഴിഞ്ഞ് തിരിച്ച് നാട്ടിലെത്തുന്നത് വരെ യാത്രാ സംഘങ്ങളുടെ മുഴുവൻ ചെലവും അദ്ദേഹം നേരിട്ട് വഹിക്കുമായിരുന്നു. അത് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ വിളിപ്പേരായിട്ട് അറിയപ്പെടുന്നത് സാദുർ റാക്കിബ് എന്ന പേരിലാണ്. അത്രയും പ്രശസ്തനായ ധർമ്മിഷ്ഠനും വലിയ പ്രമുഖ നേതാവും ഉന്നത ഗോത്രക്കാരനുമായിരുന്ന അബൂ ഉമയ്യ. അദ്ദേഹത്തിൻ്റെ പുത്രിയാണ് ഹിന്ദ്. ഇവര് വിവാഹം കഴിച്ചത് ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മായിയുടെ മോൻ അബൂ സലമ റളിയല്ലാഹു തആല. അമ്മായിയുടെ മോൻ എന്നുള്ള പ്രത്യേകത മാത്രമല്ല അബൂ സലമക്കുള്ളത്. അബൂ സലമ റളിയല്ലാഹു തആല അൻഹുവിനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ഉമ്മു ഐമൻ ബീവി മുലകൊടുത്തിട്ടുണ്ട്. ഉമ്മു ഐമൻ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചെറുപ്പത്തിൽ മുല കൊടുത്ത ബഹുമാനപ്പെട്ട അബൂലഹബിൻ്റെ അടിമയായിരുന്ന സുവൈബത്തുൽ അസ്ലമിയ രണ്ടാക്കും മുല കൊടുത്തിട്ടുണ്ട്. കാരണം ഒരു വല്യാപ്പാൻ്റെ മക്കളാണ്. ഇത് ആങ്ങളുടെ മകനാണ്, മറ്റേ പെങ്ങളുടെ മകനാണെന്നുള്ളൂ. അബൂ സലമ റളിയല്ലാഹു തആല. ഈ അബൂ സലമ അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മച്ചുനനാണ്. അതോടുകൂടി മുലകുടി ബന്ധത്തിൽ സഹോദരനുമാണ്. ആദ്യകാലത്ത് തന്നെ അബൂ സലമ റളിയല്ലാഹു തആല അൻഹും ഉമ്മു സലമ റളിയല്ലാഹു തആല, സലമ എന്നൊരു മകനുണ്ട് അവർക്ക്. താഴുള്ളതൊക്കെ പെണ്ണായിട്ട് കൂട്ടുന്നൊരു കൂട്ടരുണ്ട് നമ്മളെ കൂട്ടത്തിൽ. അങ്ങനെയല്ല, അങ്ങനെയാണെങ്കിൽ ഹംസത്തും പെണ്ണാണല്ലോ. എന്നേക്ക് സലമത്ത് നല്ല 1-ാം നമ്പർ ആൺകുട്ടിയാണ്. അവരുടെ മൂത്ത പുത്രനാണ് സലമ. സലമ എന്നും ഉമർ എന്നും പേരിൽ 2 ആമക്കളും, സൈനബ് എന്നും ദുറ എന്നും പേരിൽ 2 പെമ്മക്കളും. 4 അംഗ കുടുംബമാണ് അവരുടെ കുടുംബം. അവർ ആദ്യകാലത്ത് ഹബിഷയിലേക്ക് ഹിജ്റ പോയി. അങ്ങനെ ഹബിഷയിൽ താമസിക്കുന്ന സമയത്താണ് മക്കക്കാരെല്ലാവരും ഇസ്ലാം മതം സ്വീകരിച്ചു എന്നുള്ള വലിയൊരു സന്തോഷ വാർത്ത കേട്ടപ്പോൾ, എന്നാൽ പിന്നെ വിദേശത്ത് പോയിട്ട് അഭയാർത്ഥികളായി ജീവിക്കണ്ടല്ലോ, നാട്ടിലേക്ക് തന്നെ വരാം എന്ന നിലക്ക് സഹാബത്ത് തിരിച്ചു വന്ന കൂട്ടത്തിൽ മഹദിയായിരിക്കുന്ന ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയും അബൂ സലമ റളിയല്ലാഹു തആല അൻഹും തിരിച്ചു വന്ന് നോക്കുമ്പോൾ നേരത്തെക്കാൾ ഗുരുതരാവസ്ഥയിലാണ്. കഠിനമായ ആക്രമണങ്ങളും മർദ്ദനങ്ങളും കൊടുമ്പിരി കൊള്ളുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ മക്കയിലുള്ള പ്രമുഖ ഗോത്രത്തലവന്മാരാരുടെയെങ്കിലും സംരക്ഷണയിലല്ലാതെ അവർക്ക് മക്കയിലേക്ക് കടക്കാൻ പറ്റിയില്ല. അന്ന് അബൂ ത്വാലിബ് ജീവിച്ചിരിപ്പുണ്ട്. അബൂ ത്വാലിബിൻ്റെ പെങ്ങളെ മോനാണ് അബൂ സലമ. അതുകൊണ്ട് തന്നെ അമ്മാവനായ അബൂ ത്വാലിബാണ് അബൂ സലമക്കും ഉമ്മു സലമക്കും അമാന് കൊടുത്തത്. അങ്ങനെ അവർ മക്കയിൽ വന്ന് താമസിച്ചു. സഹിക്ക വയ്യാത്ത പ്രയാസങ്ങൾ വന്നപ്പോൾ അൻസാരികളുമായി ആദ്യ ചർച്ച കഴിഞ്ഞ്
അവർ മദീനയിൽ ഇസ്ലാമിക പ്രബോധനം നടത്താം എന്നുള്ള കരാറിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്നിട്ട് മദീനയിലേക്ക് പോയ സഹാബത്തിൻ്റെ കൂടെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മുസ്അബ് റളിയല്ലാഹു തആല അൻഹുവിനെ അയച്ച സമയം ആരും ഹിജ്റ പോയിട്ടില്ല. എന്നാൽ പോലും അവിടെ ഇസ്ലാമിന് വേരുണ്ടെന്നും അവിടെ മുസ്ലിങ്ങൾക്ക് സുരക്ഷിതമാണ് എന്നും മനസ്സിലാക്കി ആദ്യമായി ബഹുമാനപ്പെട്ട അബൂ സലമ റളിയല്ലാഹു തആല അൻഹു ആണ് മദീനയിലേക്ക് ഹിജ്റ പുറപ്പെട്ടത്. അതേസമയത്ത് മുസ്അബ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോയതല്ല, മറിച്ച് അവർക്ക് ദീനീ ദഅവത്ത് നടത്തിയിട്ട് മിഷണറി പ്രവർത്തനത്തിനായിട്ട് അവരെ ആവശ്യപ്പെട്ടതനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയച്ചു കൊടുത്തതാണ്. അങ്ങനെ അബൂ സലമ റളിയല്ലാഹു തആല അൻഹു തൻ്റെ ഒട്ടകപ്പുറത്ത് പത്നിയാവുന്ന ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയും കുട്ടിയെയും ഒട്ടകപ്പുറത്ത് കയറ്റിയിരുത്തി ബാക്കി കുട്ടികളൊക്കെ പിന്നെ അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കിയ. അന്ന് സലമേ ഉള്ളൂ, മദീനത്ത് നിന്ന് ജനിച്ചവരാ ബാക്കി കുട്ടികളൊക്കെ ചെറിയ ചെറിയ മക്കളാണ്. ഒട്ടകപ്പുറത്ത് കയറ്റി ബഹുമാനപ്പെട്ട അബൂ സലമ കയറും പിടിച്ച് നടക്കുക. നേരത്തെ ഹബശയിലേക്ക് പോയതിൽ തന്നെ ബനൂ മഖ്സൂമുകാർക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. കാരണം അത്ര വലിയ ഗോത്രമാണ് അവർ, അബൂജഹലിൻ്റെ കുടുംബല്ലേ. അതുകൊണ്ട് തന്നെ തങ്ങളുടെ പുത്രി ഹബശയിൽ പോയതിൽ തന്നെ അവർക്ക് വിയോജിപ്പുണ്ട്. പക്ഷെ അതങ്ങനെ സംഭവിച്ചു. ഇപ്പോൾ വീണ്ടും പുതിയാപ്പള മോളെയും കുട്ടിയെയും കൂട്ടിയിട്ട് മറ്റേതോ നാട്ടിലേക്ക് പോവുകയാണ്. അവരുടെ അഭിമാനം അത് അനുവദിച്ചില്ല. അതിന് പ്രമുഖരായ കുറേ യുവാക്കൾ സംഘടിച്ചു വന്ന് അബൂ സലമയുടെ വാഹനം തടഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ പോകാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങൾ പുതിയാപ്പളയാണല്ലോ, പക്ഷേ നിങ്ങളെ ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. പക്ഷേ ഞങ്ങളെ മോളുണ്ടല്ലോ, നാട് തോറും തെണ്ടി നടക്കാൻ പറ്റുന്ന തെണ്ടികളൊന്നുമല്ല. അതുകൊണ്ട് ഉമ്മു സലമയെ വിട്ടുതരുന്ന പ്രശ്നമില്ല, നിനക്കെന്തും ചെയ്യാം. അങ്ങനെ ബലത്താൽ ബനൂ മഖ്സൂം ഗോത്രക്കാർ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയെ പിടിച്ചുകൊണ്ടുപോയി. ഈ വിവരം അബ്ദുൽ അസദ് വംശക്കാരനാണ് ബഹുമാനപ്പെട്ട അബൂ സലമ. അബ്ദുൽ അസദുകാർ കൂടി ബനൂ മഖ്സൂമാർ ഓല മോളെ കൊണ്ടുപോയി. എന്നാ കുട്ടി സലമ നമ്മളെ കുട്ടിയാണ്. ബനൂ അബ്ദുൽ അസദ് പുത്രക്കാരനാണ്, നമ്മളെ കുട്ടിയാണ്. അങ്ങനെ ഒരു മഖ്സൂമാരുണ്ടാവുക വരുമെന്ന് ഓടി വന്നിട്ട് പറഞ്ഞ് നിങ്ങളെ മോളെ നിങ്ങൾ കൊണ്ടുപോകുക അതൊക്കെ ചെയ്തോളി, അത് ഞങ്ങൾക്ക് ഒരു സ്ഥാനമല്ല. പക്ഷേ ഞങ്ങളെ കുട്ടീനെ കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കൂല. ഈ ചെറിയ കുട്ടീനെ പൈതൽ കുട്ടീനുണ്ടോ ഉമ്മ ഒഴിവാക്കി കൊടുക്കുന്നില്ലാണ്ട് അപ്പോൾ കുടുംബക്കാരിടപെട്ടു. പിടിയും വലിയായി. ചെറിയ കുട്ടിയാണ്. ബനൂ മഖ്സൂമാർ ഇങ്ങോട്ട് പിടിക്കുമ്പോൾ ബനൂ അസദുകാർ അങ്ങോട്ട്. കുട്ടീൻ്റെ കൈ ചട്ടയിൽ നിന്ന് തെറ്റിപ്പോയി, ചെറിയ കുട്ടിയല്ലേ. എന്തായാലും ബനൂ അസദുകാർ വിട്ടുകൊടുത്തില്ല. അവർ കയ്യെല്ലാം മുഴുവൻ പോയാലും വേണ്ടില്ല, കുട്ടീനെ ബനൂ അസദുകാർക്ക് കൊണ്ടുപോയി. അബൂ സലമ റളിയല്ലാഹു അൻഹു ഈമാനിൻ്റെ ശക്തി നോക്കണം. അദ്ദേഹത്തിന് വിഷയം തന്നെയില്ല, എല്ലാം അള്ളാഹുവിന് സമർപ്പിച്ച്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞതുപോലെ ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഹിജ്റ പോകുന്ന സമയത്ത് പറഞ്ഞ വാക്കാണത്. ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ. എൻ്റെ റബ്ബിൻ്റെ പൊരുത്തം മാത്രമാണ് എൻ്റെ ലക്ഷ്യം. അതിന് ഞാൻ എവിടെയും പോവും, അതിന് ഒന്നും എനിക്ക് പ്രതിബന്ധമല്ല. ഭാര്യ ഒരു ഭാഗത്ത്, കുഞ്ഞ് വേറൊരു ഭാഗത്ത്, ഒന്നുമില്ലാതെ വെറും കരയോടെ അബൂ സലമ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ അല്ലാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ഹിജ്റ പോയി. അങ്ങനെ ആദ്യത്തെ മദീനയിലെ മുഹാജിറാണ് ബഹുമാനപ്പെട്ട അബൂ സലമ റളിയല്ലാഹു തആല. ഉമ്മു സലമക്ക് എല്ലാം നഷ്ടപ്പെട്ടു. എല്ലാമായ തൻ്റെ സർവസ്വമായ പ്രിയപ്പെട്ട ഭർത്താവ് ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി. ജീവിതത്തിലെ താങ്ങും തണലും നഷ്ടപ്പെട്ടു. എന്നാൽ സ്വന്തം രക്തത്തിൽ പറഞ്ഞ പ്രിയപ്പെട്ട ഓമന കുഞ്ഞ്, അതിനെ ഭർത്താവിൻ്റെ കുടുംബം അവരും കൊണ്ടുപോയി. ഭർത്താവും ഇല്ല, കുട്ടിയും ഇല്ല. ഇന്ന് അവരടുത്ത് സന്തോഷമുണ്ടോ? അവരൊക്കെ കടുത്ത മുശ്രിക്കുകളാണ്, ശത്രുക്കളാണ്. അവിടെയും സുഖമില്ല. അങ്ങനെ മഹദി അവർകൾ പറയാ സ്വന്തം അനുഭവം.
ദിവസവും രാവിലെ വീട്ടിൽ നിന്നിറങ്ങും. ഈ പിടിവലി നടന്ന് ഭർത്താവ് അദ്ദേഹത്തിൻ്റെ പാട്ടിനും കുഞ്ഞിനെ കുടുംബങ്ങൾ അവരെ പാട്ടിനും കൊണ്ടുപോയി താൻ ഒറ്റപ്പെട്ട ആ സ്ഥലം വരെ വന്നിട്ട് തൻ്റെ ദുരനുഭവം ആലോചിച്ചുകൊണ്ട് വൈകുന്നത് വരെ കരഞ്ഞിരിക്കും. നേരം ഇരുട്ടുമ്പം അവിടുന്ന് പോകും. അങ്ങനെ ഒരു കൊല്ലക്കാലം കണ്ണീർ വറ്റാതെ കണ്ണുനീരൊഴുക്കി പകൽ സമയം മുഴുവനും കഴിച്ചു കൂട്ടി. ഏതൊരു കാര്യമുള്ള ഹൃദയവും അലിഞ്ഞു പോകും ദയ കൊണ്ട്. പക്ഷെ എപ്പോഴും ബനൂഹസുമുകാർ ആ വാശി തന്നെ നിൽക്കുക. ബനു അബ്ദുൽ അസ്ദർക്ക് അങ്ങനെ വാശിയൊന്നുമില്ല. മുസലമനെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ കുട്ടിനെ ഓല് വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. ഓല കുട്ടിനെ മറ്റോടത്ത് കൊടുക്കൂലെന്നേ ഉള്ളൂ. അങ്ങനെ ഒരിക്കൽ അവരുടെ പിതൃവ്യ പുത്രന്മാരിൽപ്പെട്ട ഒരാൾ ഇത് കാണാനിടയായി. കരഞ്ഞ് 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 കണ്ണ് കലങ്ങി അവശയായി ക്ഷീണിച്ചിരിക്കുന്ന ഈ പെൺകുട്ടിയെ അയാൾ ചെന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ വിളിച്ചു വിട്ടിട്ട് പറഞ്ഞു, ഒരു പാവപ്പെട്ട പെൺകുട്ടി എന്തോ ആട്ടെ, ഇത്ര കാലം ഈ മരുഭൂമിയിലിരുന്ന് കരഞ്ഞിട്ട് നമ്മൾ എന്തിനാണ് അതിന് തടഞ്ഞു വെക്കുന്നത്? അത് പോണ വട്ടൻ പോയിക്കോട്ടില്ലേ. നമ്മൾ പറഞ്ഞാൽ ഏതായാലും ഒരു കേൾക്കൂല. അവരുടെ ആദർശം വിശ്വാസം ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ എന്തായാലും കേൾക്കൂല. പിന്നെ എന്തിനാണ് ഈ കൊല്ല നമുക്ക് പോകാൻ വിട്ടുകൂടേത്? അപ്പോൾ അവർക്ക് തോന്നാ പോവാണെങ്കിൽ പോയിക്കോട്ടെ, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇവിടെ നിന്നാൽ മതി, ഇല്ലെങ്കിൽ പോകണമെങ്കിൽ പോയിക്കോളിയാറ്. സമ്മതം കിട്ടി, സന്തോഷമായി. സമ്മതം കിട്ടി ഇനി ഒറ്റക്ക് പോകാൻ കഴിയുമല്ലോ, കുട്ടിയുണ്ട്. അപ്പോൾ ഇവർ ഉമ്മുസലമനെ പോകാൻ വിട്ടു എന്നറിഞ്ഞപ്പം കുട്ടിനെ ബനു അബ്ദുൽ അസ്ദാരും കൊടുത്തു. അങ്ങനെ ആരുമില്ല കൂടെ. തൻ്റെ ഏകപുത്രൻ കുഞ്ഞുമകനാവുന്ന സലമനെ ഒട്ടകപ്പുറത്ത് മുന്നിലിരുത്തി അതിൻ്റെ പുഴക്കിൽ ഉമ്മയാവുന്ന ഉമ്മുസലമ റളിയല്ലാഹു കയറിയിരുന്ന് അള്ളാഹുവിൽ തവക്കുലാക്കി ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി. 10 ദിവസത്തെ യാത്ര വേണം അക്കാലത്ത്, ഇന്നത്തേക്കല്ല. 10 ദിവസം യാത്ര ചെയ്തെങ്കിലേ മക്കയിൽ നിന്നിട്ട് മദീനയിലെത്തൂ. ആരാരും കൂടെയില്ല. അതിസൗന്ദര്യത്തിൻ്റെ ഉടമയും കുലീനയും യുവതിയുമായിരുന്നൊരു പെൺകുട്ടി ചെറിയൊരു പൈതൽ കുട്ടിയെയും കൊടുത്ത് ഒട്ടകപ്പുറത്ത് ഒറ്റയ്ക്ക് യാത്ര. ഇവരുടെക്ക് ഈമാൻ്റെ ഉറപ്പ് നമ്മൾ മനസ്സിലാക്കണം. എല്ലാം അള്ളാഹുവിൽ സമർപ്പിച്ച് തന്നെ അള്ളാഹുവിന് ബലിയാക്കിയിട്ടാണ് ആ ഇറക്കം. അങ്ങനെ പുറപ്പെട്ട് ഹറമിൻ്റെ അതിർത്തി വിട്ട് തൻഈമിലെത്തിയപ്പോൾ ഉസ്മാൻ ബിൻ ത്വൽഹത്തുൽ ഹുജബി ബനു അബ്ദുദ്ദാറുകാരനാണ്. കഅബ ഷരീഫിൻ്റെ താക്കോലധികാരികളിൽപ്പെട്ട ഉസ്മാൻ കണ്ടു. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും അറിയാം, അന്ന് ഹിജാബൊന്നും ആയിട്ടില്ലല്ലോ. പ്രത്യേകിച്ച് അബൂമുയ്യത്തിൻ്റെ പുത്രിയാണ്, എല്ലാവർക്കും അറിയാം അബൂമുയ്യത്തിന്. ചോദിച്ചു, യാ ബിന്ത അബീ ഉമയ്യ ഇലായിൻ, എവിടുക്കാൻ പോണെന്ന് ചോദിച്ചു. ഇലാ ഹൈസു സൗജി, എൻ്റെ ഭർത്താവ് ജീവിക്കുന്നു യസ്രിബില, അങ്ങോട്ട് പോകുന്നു. മൊമ്മമാക്കി ആരുണ്ട് മോളെ കൂടെ? കത്തുന്ന സൗന്ദര്യത്തിനുടമയാണ്, നല്ല സുന്ദരിയാണ്, യുവതിയാണ്, ഒറ്റക്ക് 10 ദിവസം രാപ്പകലുകൾ താണ്ടിപ്പോകേണ്ട ഇത്രയും ദീർഘദൂരം ഈ പെൺകുട്ടി ഇന്നത്തെ ഈ സാഹചര്യത്തിൽ എങ്ങനെ പോകും? അന്ന് അയാൾ മുശ്രിക്കാ. ഉസ്മാൻ ബിൻ ത്വൽഹത്തുൽ ഹുജബി അന്ന് മുശ്രിക്കാ, മുസ്ലിമായിട്ടില്ല. പിന്നീട് ഈമാൻ കൊണ്ടു. അൽഹംദുലില്ലാഹ് മക്കം ഫതഹിൻ്റെ അന്നാണ് ഇസ്ലാം സ്വീകരിച്ചത്. താക്കോൽ പ്രശ്നത്തിൽ താക്കോല് പിടിച്ചു വാങ്ങി അലി റളിയല്ലാഹു തആല അൻഹു പിന്നീട് മാന്യമായി കൊണ്ടേ കൊടുത്തിട്ട് പറഞ്ഞ് വിഷമിപ്പിച്ചതിൽ പ്രയാസം കരുതരുത്, ക്ഷമിക്കണം കേട്ടോ പറഞ്ഞു. അതങ്ങനെ. അപ്പം ഞങ്ങൾ അള്ളാഹു തആല അങ്ങനെ പറഞ്ഞു. അന്തു അബ്ദുല്ലാഹുമുർക്കും അന്തു അബ്ദുൽ അമാനാത്തിലാഹില്ല. അപ്പോഴാണ് അയാൾ ചിന്തിച്ചത്, ഞാൻ അമുസ്ലിമായിട്ട് പോലും എൻ്റെ അവകാശം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വേദഗ്രന്ഥത്തിൽ ഒരു വാക്യം ഇറക്കുന്നെങ്കിൽ അതിലും വലിയൊരു നീതിമാനായ ദൈവം പിന്നെ ഇല്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈമാൻ്റെ വെളിച്ചം കിട്ടി, പിന്നെ മുസ്ലിമായതാണ്. അന്ന് മുശ്രിക്കാണ്. അയാൾ പറഞ്ഞു, ഈ നാട്ടിന് ഇത്രയും സഹായകരമായ ഒരാളിലോ കേട്ടിട്ടില്ല. സാദുദ് റാക്കിബാണ് അദ്ദേഹത്തിൻ്റെ പുത്രി. മാലക്കി മിമ്മത്രക്കിൻ, നിങ്ങൾ അങ്ങനെ ഒറ്റക്ക് വിടാൻ പറ്റുന്ന ആളല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഈ ഒട്ടകത്തിൻ്റെ കയറ് പിടിച്ച് മദീനയിലേക്ക് പുറപ്പെട്ടു. ആദർശപരമായൊരു ബന്ധമില്ല, കുടുംബപരമായൊരു ബന്ധമില്ല, എന്നാലും ചില മാനുഷിക മൂല്യങ്ങൾ അവൾ നിലനിർത്തിയിരുന്നു എന്നതിൻ്റെ പരമാർത്ഥമാണ്.
ചില മാനുഷിക മൂല്യങ്ങൾ, അല്ലാതെ വേറൊന്നുമില്ല. കുടുംബമല്ല, സ്വന്തം ആദർശക്കാരിയല്ല, ഒന്നുമല്ല. അങ്ങനെ 10 ദിവസത്തെ ഈ യാത്ര പിന്നീട് ഉമ്മു സലമ റളിയല്ലാഹു തആല എന്ന് പറയാം, ഇത്രയും മാന്യനായ ഒരു യുവാവിനെ ഈ ഭൂമിയിൽ ഞാൻ വേറെ കണ്ടിട്ടില്ല. യാത്ര വിശ്രമിക്കാൻ ഇറങ്ങാനാവുമ്പം അദ്ദേഹം ഒട്ടകത്തിനെ മുട്ടുകെട്ടി കിടത്തും, എന്നിട്ട് അദ്ദേഹം മാറി നിൽക്കും, എന്നിട്ടാണ് ഞാൻ ഇറങ്ങുക. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒട്ടകത്തിന് തീറ്റ കൊടുത്ത് വേറൊരു മരത്തിൻ്റെ ചോട്ടിൽ അദ്ദേഹം വിശ്രമിക്കും. യാത്ര പുറപ്പെടാനായാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് ഒട്ടകത്തെ കൊണ്ടുവന്ന് കിടത്തി ഒട്ടകപ്പുറത്ത് കയറാൻ വേണ്ടിയിട്ട് അദ്ദേഹം മാറി നിൽക്കും. എന്നിട്ട് ഞാൻ കയറിയിരുന്നാൽ ഒട്ടകത്തിനെ എഴുന്നേൽപ്പിച്ച് കയറും പിടിച്ച് നടക്കും. അങ്ങനെ നടന്ന് ഖുബയുടെ പരിസരത്തെത്തി. അന്ന് അബൂ സലമ റളിയല്ലാഹു തആല നോക്കിയ വിധങ്ങൾ ചെന്നേക്കന്നെ അവിടെയാണ് ഖുബയിലാ താമസം. ഖുബ ഇങ്ങനെ കാണാൻ തുടങ്ങിയപ്പോൾ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഈ കാണുന്ന കറിയയിലാണ് നിന്റെ ഭർത്താവുള്ളത്, അതുകൊണ്ട് ഉദ്ഖുൽ അലൈഹി ബിബറകത്തില്ലാ, ഭർത്താവുള്ള നാട്ടിൽ അല്ലാഹുവിൻ്റെ ബർക്കത്ത് കൊണ്ട് നിങ്ങൾ പ്രവേശിച്ചോളൂ. അവൻ പറഞ്ഞിട്ട് തിരിച്ചു പോയി. അരക്കാശ് കൂലി വാങ്ങിയിട്ടില്ല. 10 20 ദിവസം കഷ്ടപ്പെട്ട് ഈ മണൽപ്പരപ്പിലൂടെ കാടും മേടും തണ്ടി ഈ ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് അങ്ങനെ അവർ അബൂ സലമ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയിട്ടില്ല. സഹാബത്തിന് അതിൻ്റെ ആ കൊല്ലം അവസാനം ഹജ്ജ് കഴിഞ്ഞിട്ടാണ് ഹിജ്റ പോകാനുള്ള ഓർഡർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുക്കുന്നത്. അങ്ങനെ അവർ സന്തോഷമായി ജീവിച്ചു. ഇപ്പോൾ ഒരു സ്ഥലമേ ഉള്ളൂവെങ്കിൽ പിന്നീട് 3-4 കൊല്ലം കൊണ്ട് 3 കുട്ടികളും കൂടിയായി. ഉമർ രണ്ടാമത്തെ കുട്ടിയായിരുന്നു. പിന്നെ സൈനബ് എന്ന പേരിൽ ഒരു പെൺകുട്ടിയും ദുർറത്ത് എന്ന പേരിൽ ഒരു പെൺകുട്ടിയും, 4 കുട്ടികളായി. അങ്ങനെ ബദറിൽ ബഹുമാനപ്പെട്ട അബൂ സലമ റളിയല്ലാഹു തആല അൻഹു പങ്കെടുത്തു. ബദറിൽ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി, അള്ളാഹുവിൻ്റെ കലിമത്ത് ഉന്നതിപ്പെടുത്താൻ വേണ്ടി ധീരധീരം പോരാടിയ ബഹുമാനപ്പെട്ട അബൂ സലമ റളിയല്ലാഹു തആല അൻഹു പരിക്കേറ്റു. പരിക്കിൽ പക്ഷേ ഷഹീദായിട്ടില്ല. തിരിച്ചു വന്നു, പൊക്ക സുഖായി. പിറ്റത്തെ കൊല്ലം ഉഹദുണ്ടായി. ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തു. അന്ന് തൻ്റെ കൈച്ചട്ടക്ക് കൈപ്പലൻ്റെ ഭാഗത്ത് ഒരു അമ്പ് കൊണ്ടു ഗുരുതരമായി പരിക്കേറ്റു. എന്നാൽ അതും ഒരു വിധത്തിൽ സമാധാനമായി. അതിൻ്റെ ഇടയിലാണ് ഒരു ശരീഅത്ത് അനിവാര്യമായും അയക്കേണ്ട അത്യാവശ്യം വന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകാതെ ശരീഅത്തിന് അയക്കാം, സൈന്യത്തെ മാത്രം. അപ്പം അന്ന് എന്തുകൊണ്ടും ഈ സൈന്യത്തിന് നേതൃത്വം കൊടുക്കാൻ യോഗ്യൻ ബഹുമാനപ്പെട്ട അബൂ സലമ റളിയല്ലാഹു തആല അൻഹു ആണ്. 350 അംഗങ്ങൾ വരുന്ന ഈ ശരീഅത്തിൻ്റെ നേതൃസ്ഥാനത്ത് അബൂ സലമ റളിയല്ലാഹു തആല അൻഹുവിനെ നിയോഗിക്കുകയും ദൗത്യം വിജയകരമായി പൂർത്തീകരിക്കുകയും ചെയ്തു. തിരിച്ചെത്തുമ്പോഴേക്ക് 29 ദിവസമായിരുന്നു. ഇവിടെ പുറപ്പെട്ട് ദൗത്യം പൂർത്തീകരിച്ച് തിരിച്ചു വരുമ്പോൾ. പക്ഷേ തിരിച്ചു വരുമ്പോഴേക്ക് യാത്രയും വിശ്രമക്കുറവും എല്ലാം കൂടി ആയിട്ടായിരിക്കാം നേരത്തെ ഉണക്കം ബാധിച്ചിരുന്ന ആ മുറിവ് വീണ്ടും പഴുത്തു. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട അബൂ സലമ റളിയല്ലാഹു തആല അൻഹു യുദ്ധത്തിലേറ്റ പരിക്ക് കാരണമാണ് ഉഹദ് യുദ്ധത്തിന് ശേഷം വഫാത്താകുന്നത്. വഫാത്താകുന്നതിന് മുമ്പ് രസകരമായ കുറേ സമയമൊന്നും വിശദീകരിക്കാൻ സമയമില്ല. ഒരിക്കൽ അബൂ സലമ റളിയല്ലാഹു അൻഹു പറ്റ രോഗിയായി അവശനായി കിടക്കുക. ആ സമയത്ത് അബൂ സലമനോട് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പറയാം, അല്ല എനിക്കറിയാം, നിങ്ങൾക്കും അറിയാമല്ലോ ഒരു കാര്യം, ഒരു പുരുഷൻ, സത്യവിശ്വാസിയായ സ്വാലിഹായ ഒരു പുരുഷൻ അവരുടെ ഭാര്യയാവുന്ന സ്വാലിഹത്തായ സ്ത്രീയും, ഇവർ സ്വർഗത്തിലും അവരുടെ ഭാര്യ തന്നെ ആവണം, തൻ്റെ ഭർത്താവ് ഇദ്ദേഹം തന്നെ ആവണമെങ്കിൽ ഭർത്താവ് മരിച്ചാൽ പിന്നെ മറ്റൊരു ഭാര്യ ഭർത്താവിന് വിവാഹിതയാകാതെ നിൽക്കണം.
അവസാനത്തെ ഭർത്താവിനായിരിക്കും ഭാര്യ. അപ്പം അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ തിരിച്ചും ഉണ്ടല്ലോ. ഒരു ഭാര്യ മരിച്ചു സ്വാലിഹത്തായ, അപ്പോൾ സ്വാലിഹായ ഭർത്താവ് അവളെ എനിക്ക് തന്നെ ലഭിക്കണം എന്നുണ്ടെങ്കിൽ വേറൊരു വിവാഹം കഴിക്കാതിരിക്കണം. ഇങ്ങനെ ഉണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ എന്തോ ഒരു കരാർ ചെയ്താൽ നിങ്ങളെ മരണശേഷം ഞാൻ ഇനിയൊരു വിവാഹം കഴിക്കില്ല, നിങ്ങൾ തന്നെ എനിക്ക് സ്വർഗത്തിലും ഭർത്താവായി വേണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മളിങ്ങനെ കരാർ ചെയ്യാതെ അബൂ സലമ റളിയല്ലാഹു തആല അൻഹു ഞാൻ ഈ പറയുന്നത് അങ്ങനെ പറയുകയാണെങ്കിൽ അത് സ്വീകരിക്കൂലേ? സ്വീകരിക്കും. നിങ്ങൾ എന്ത് പറഞ്ഞാലും സ്വീകരിക്കാൻ സന്നദ്ധയായിട്ടാണ്. അപ്പം ഞാനത് പറഞ്ഞതല്ലാതെ ഞാൻ ഭംഗിവാക്കി പറഞ്ഞതല്ല. എന്നാലും എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ? ഞാൻ മരണപ്പെട്ടാൽ നീ എന്നെയും കാത്തിരിക്കരുത്. ഇദ്ദ കഴിഞ്ഞാൽ ഇവിടെ നിന്റെ കുടുംബക്കാരാരുമില്ല, നിനക്ക് ജീവിക്കണം. പറക്കമുറ്റാത്ത 4 പൈതലുകൾ നമുക്കുണ്ട്. അവർ അന്യാധീനപ്പെട്ടുകൂടാ. അതുകൊണ്ട് നല്ല യോഗ്യനായ ഒരു ഭർത്താവിനെ നീ എൻ്റെ മരണശേഷം സ്വീകരിക്കണമെന്നാണ് എനിക്ക് നിന്നോട് അറിയാനുള്ളത്. മരിക്കുന്ന സമയത്ത് പോലും അവരുടെ മനസ്സിൻ്റെ ശുദ്ധിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ പഠിപ്പിച്ചതുകൊണ്ട് ഒരാൾക്കൊരു മുസീബത്ത് എത്തിയാൽ ആ മുസീബത്ത് എത്തുന്ന സമയത്ത് അല്ലാഹുമ്മ അജിർനി ഫീ മുസീബത്തി വ അഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ എന്ന് ദുആ ചെയ്താൽ നഷ്ടപ്പെട്ടതിനേക്കാൾ ഖൈറായത് എന്തായാലും അല്ലാഹു തആല പകരം കൊടുക്കും എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് അവർക്ക് ഓർമ്മയുണ്ട്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം അല്ലാഹുമ്മ അജിർനി ഫീ മുസീബത്തി, എനിക്ക് വന്ന ഈ മുസീബത്തിൽ എനിക്ക് നീ പ്രതിഫലം തരണേ റബ്ബേ. വ അഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ, ഈ മുസീബത്ത് കൊണ്ട് എനിക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടോ അതിനേക്കാൾ ഖൈറായത് നീ എനിക്ക് പകരം തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ അല്ലാഹു തആലയേക്കാൾ ഖൈറായത് കൊടുക്കാതിരിക്കില്ല. ഇതറിയുന്ന അവർ പറഞ്ഞു, അല്ലാഹ് ചെല്ലാൻ നബി തങ്ങൾ പറഞ്ഞ ആ ചെല്ലൽ സുന്നത്താണ്. പക്ഷേ അബൂ സലമനെക്കാട്ടിലും ഖൈറായ ഒരാളെ ഞാൻ ആരെവിടെ കിട്ടാനുള്ളത്? അവരുടെ ജീവിതത്തിൽ പരിചയപ്പെട്ടിടത്തോളം അത്രയും ഖൈറായൊരു മനുഷ്യൻ. ആ ഖൈറ് വെറുമ്പാക്കല്ല എന്നിപ്പോൾ മനസ്സിലായല്ലോ. മരിക്കാൻ കിടക്കുന്ന മരണക്കിടക്കയിൽ ഉപദേശിക്കുന്ന എന്താണ്? സ്വാർത്ഥതയല്ല. അതുപോലെ തന്നെ നീ എനിക്ക് തന്നെ ആണ്, അതുകൊണ്ട് നീ ആർക്കും വാഴരുത്, ഭാര്യയാകരുത് നല്ല ഉപദേശിച്ച്. നീയും നിന്റെ മക്കളും വിഷമിക്കാൻ പാടില്ല. അവർക്ക് സംരക്ഷണം വേണം, സൗകര്യം വേണം. യുവതിയാണ്, ഇതുവരെ വൈധവ്യം സ്വീകരിച്ചുകൊണ്ട് മരണം വരെ അങ്ങനെ നിന്നുകൂടാ. മറിച്ച് ഭംഗിയായി നല്ലൊരു ഭർത്താവിനെ സ്വീകരിച്ച് സുഖമായി നീ ജീവിക്കണം. നമ്മുടെ മക്കൾ അനാഥരാവരുത്. ആ ഭർത്താവിലൂടെ നമ്മുടെ മക്കൾ കൂടി സനാഥരാവണം എന്ന് ഉപദേശിച്ച ഇത്രയും നല്ല മഹാൻ ഇനി നല്ല ആരാ കിട്ടുക? ഏതായാലും അങ്ങനെ സംശയിച്ചെങ്കിലും പറയാണ് വലാകിന്നി ഖുൽതുഹ, ഇങ്ങനെ ശങ്കിച്ചെങ്കിലും ആ ദിക്ർ, ആ കെലിമത്ത് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു. ഇദ്ദ കഴിയേണ്ട താമസം വഫാത്താൻ്റെ 4 മാസം 10 ദിവസം. ഇദ്ദ കഴിഞ്ഞ് ഉടനെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു നേരിട്ടെത്തി ഉമ്മു സലമയെ വിവാഹം ആലോചിച്ചു. അവർക്കപ്പോൾ വിവാഹത്തിൻ്റെ മൈൻഡില്ല, അങ്ങനത്തെ അവസ്ഥയാണ്. കാരണം എപ്പോഴും അബൂ സലമ അവരുടെ മുന്നിൽ ജീവിക്കുകയാണ് മനസ്സിൽ. അതുകൊണ്ട് തന്നെ ബഹുമാനപൂർവ്വം സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ആ വിവാഹാന്വേഷണം അവർ തള്ളിക്കളഞ്ഞു. ബഹുമാനാദരവുകളൊക്കെ വകവെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ലാ ഉരീദു സവാജ യൗമി ഹാദാ, ഇപ്പോൾ ഒരു വിവാഹം ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പം അവരങ്ങനെ വിട്ടുകൂടാ. കാരണം ചെറിയ പൈതൽ മക്കൾ 4 എണ്ണമാണ്. അബൂ മയ്യത്തിൻ്റെ മോളാണെന്നല്ലാണ്ട് ഇവിടെ ആരും കുടുംബങ്ങൾ, ആ കുടുംബത്തിൽപ്പെട്ട ആരുമില്ല. ജീവിക്കണ്ടേ, ഈ മക്കളെ പോറ്റണ്ടേ? സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നേരിട്ടെത്തി. ഈ അവസ്ഥ തുടരാൻ പാടില്ല. ഈ മക്കൾ അനാഥമായിക്കൂടാ. നീ ഇങ്ങനെ വിധവയായിട്ട് ജീവിച്ചുകൂടാ. നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ നിന്നെ വിവാഹം കഴിക്കാം. എന്തുകൊണ്ടും യോഗ്യരാണ്. അദ്ദേഹം ബനു മഖ്സൂമുകാരനല്ലെങ്കിലും ബനു മഖ്സൂമുകാരിയായ അബൂജഹലിൻ്റെ നേരെ പങ്കളാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഉമ്മ. അബൂജഹൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അമ്മാവനാണ്.
അപ്പോ ഉമ്മ കുടുംബത്തിൽപ്പെട്ടവരാണ് ഉമ്മു സലമ. അപ്പൊ അവരെ അങ്ങനെ അവഗണിച്ചുകൂടാ റളിയല്ലാഹു തആല അൻഹുവിന് അന്വേഷിച്ചു. അവരോടും ഇതേ മറുപടി തന്നെ പറഞ്ഞു, എനിക്ക് ഇപ്പോൾ അങ്ങനെ ഒരു വിവാഹം ഉദ്ദേശമില്ല. മൂന്നാമത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഹാത്തിബ് റളിയല്ലാഹു തആല അൻഹുവിനെ വിട്ടുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിവാഹം ആവശ്യപ്പെട്ടു, അന്വേഷിച്ചു. ഒരു റിപ്പോർട്ട് കാണാം ഉമർ റളിയല്ലാഹു തആല അൻഹു തന്നെയാണ് നബി തങ്ങളുടെ പ്രതിനിധിയായി തങ്ങൾക്ക് വേണ്ടിയിട്ട് വിവാഹം ആലോചിച്ചു. അള്ളാഹിൻ്റെ ഹബീബ് പറയുമ്പം എനിക്ക് എതിര് പറയാൻ കഴിയില്ല. പക്ഷേ എനിക്ക് 2-3 ഉദ്റുകളുണ്ട്. അതുകൊണ്ട് ആ വിവാഹത്തിന് അല്പം പ്രയാസം തോന്നുന്നു. എന്താ ഉദ്റ്? ഒന്ന്, ചെറിയ പറക്കമുറ്റാത്ത 4 മക്കളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭാര്യ എന്ന നിലക്ക് വേണ്ടതുപോലെ ഖിദ്മത്ത് ചെയ്യാൻ എനിക്ക് പ്രയാസമുണ്ടോ ഈ മക്കളെ നോക്കിയിട്ട്? അവർ കരച്ചിലും ബഹളും വീട്ടിനകത്ത് സ്വൈരക്കേടും ഉണ്ടാക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശാന്തവും സ്വൈരവുമായ ജീവിതത്തിന് പ്രയാസവും. അതുകൊണ്ട് ഒരു തടസ്സം ഈ മക്കൾ തന്നെയാണ്. രണ്ടാമത്തെ ഒരു തടസ്സം, എനിക്ക് കുറച്ച് നല്ല വയസ്സായില്ലേ, നേരെ 30 വയസ്സായിട്ടുള്ളൂ, എന്നാലും കുറച്ച് നല്ല പ്രായമായി, 4 മക്കളുമായി. ഇനിയിപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നി സ്ഥാനം സ്വീകരിച്ച് തങ്ങൾക്ക് വേണ്ടതുപോലെ തൃപ്തികരമായി ഖിദ്മത്ത് ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സങ്കടം. 2 വിഷയം തീർന്നില്ല. എനിക്ക് ചെറിയൊരു സ്വഭാവമുണ്ട്. എനിക്ക് പെട്ടെന്ന് അഭിമാനരോഷം വരും, ഗീറത്ത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലാണെങ്കിലോ ധാരാളം സഹപത്നിമാരുണ്ട്. സ്വാഭാവികമായും സഹപത്നിമാരുണ്ടാകുമ്പോൾ ആത്മാഭിമാനം കത്തുന്ന ആളുകൾക്ക് എപ്പോഴും പ്രശ്നമായിരിക്കും. അപ്പോൾ ഞാൻ കൂടി അങ്ങോട്ട് കടന്നു വന്നാൽ എൻ്റെ ഈ പ്രകൃതിയുള്ള സ്വഭാവത്തോടു കൂടി ആവുമ്പം ആ വീട്ടിനകത്തുള്ള സ്വസ്ഥത നഷ്ടപ്പെടും. അതുകൊണ്ട് ഉള്ള സ്വസ്ഥത നഷ്ടപ്പെടാൻ ഇടവരുമോ എന്ന നിലക്ക് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വെറുപ്പിനേറ്റ കാരണമായ ദുന്യാവും ആഖിറവും നഷ്ടപ്പെടും. ഈ ഗീറത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. 4മത്തെ ഒരു പ്രശ്നം, ഇതൊക്കെ പരിഹാരമായി വെക്കുക, വിവാഹം കഴിക്കണമെങ്കിൽ അസബക്കാരിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ വേണ്ടേ? ഈ നാട്ടിൽ ഞങ്ങളെ ബനൂ മഖ്സൂമുകാരാരുമില്ല. ഇങ്ങനെ 4 ഉദ്റുണ്ട്. ഈ വിവരം അവർ പറഞ്ഞപ്പം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് വന്നു. ഇതൊന്നും നേരിട്ടല്ല പറയുന്നത്, ദൂതനെ അയച്ച് പറഞ്ഞപ്പോൾ ദൂതനോട് പറഞ്ഞ ഉദ്റുകളാ. ഇത് വന്ന് പറഞ്ഞപ്പം നേരിട്ട് തന്നെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവരെഴുതി വെച്ചു. നിങ്ങൾ പറഞ്ഞ എല്ലാ ഉദ്റിനും പരിഹാരമുണ്ട്. ഒന്നാമത്തേത്, ചെറിയ പൈതൽ മക്കൾ 4 ഉണ്ട് എന്നല്ലേ, അത് നിങ്ങൾ വിഷമിക്കണ്ട. ഫൈലല്ലാഹി വൈലാ റസൂലിഹി, അള്ളാഹിൻ്റെ ഹബീബായ റസൂല് അത് സ്വന്തം മക്കളായി അവരെ ഏറ്റെടുത്തു. തീർന്നല്ലോ പ്രശ്നം. കാരണം എന്താ, മച്ചുനൻ്റെ മക്കളാണ്, എൻ്റെ നേരെ മച്ചുനൻ്റെ മക്കളാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കളായി ഏറ്റെടുത്തു. പിന്നെ എനിക്ക് ആ വിഷയത്തിൽ നിങ്ങൾ പ്രശ്നം പറയാൻ. പിന്നെ പ്രായം കുറച്ചായി എന്നല്ലേ ഇപ്പോൾ ഒരു പ്രശ്നം പറഞ്ഞ്, ഞാനും ഇപ്പോൾ കുട്ടിയൊന്നും അല്ലല്ലോ, 56 വയസ്സായില്ലേ, അത് ഒരു പ്രശ്നമായിട്ട് നമ്മൾ തമ്മിൽ പറയേണ്ട ആവശ്യമില്ല. അതിൽ പരിഗണിക്കേണ്ട ഒന്ന് നിങ്ങളുടെ ആത്മരോഷമാണ്, ഗീറത്താണ്. അത് നിങ്ങൾ വിഷയാക്കണ്ട. ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാം, അതില്ലാതാക്കി തരാം. അള്ളാഹിൻ്റെ ഹബീബ് ദുആ ചെയ്താൽ അപ്പം അള്ളാഹു ഉത്തരം കൊടുക്കും. പിന്നെ ഇപ്പം രക്ഷിതാക്കൾ അസബക്കാരില്ല എന്നുള്ളതല്ലേ പ്രശ്നം. നാട്ടിലുള്ളവരാവട്ടെ വിദേശത്തുള്ളവരാവട്ടെ ബനൂ മഖ്സൂമുകാരായ ഒരൊറ്റ ആളെന്നെങ്കിലും എന്നെ പുതിയാപ്പിളയായി എടുക്കുന്നതിൽ വിയോജിപ്പുള്ളവരില്ല. കാരണം എന്താ, ബനൂ ഹാഷിമിൽപ്പെട്ട അബ്ദുൽ മുത്തലിബിൻ്റെ പേരക്കുട്ടിയാണ്. അബൂ സുഫിയാൻ മകളെ കെട്ടിക്കുമ്പോൾ പറഞ്ഞില്ലേ, അബൂ സുഫിയാന്റെ മോളെ പിന്നെ ഉണ്ടായാണ്. അബൂ സുഫിയാന്റെ മോള് ഉമ്മു ഹബീബനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിയെന്ന് കേട്ടപ്പോൾ കടുത്ത
അവിടുത്തെ എതിരുകാരൻ എന്ന് മാത്രമല്ല എല്ലാ യുദ്ധവും നയിച്ച മൂപ്പരാണല്ലോ. പറഞ്ഞ വാക്കെന്താ? അത് തറവാട്ടിക്ക് പോകുന്ന പുതിയാപ്പിള തന്നെയാണല്ലോ, അവൻ വേണ്ട തന്നെയല്ലേ എന്നാ പറഞ്ഞത്. അത് അവർക്ക് പ്രശ്നമില്ല എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കെട്ടു പറയാന്ന് പറഞ്ഞാൽ അബ്ദുൽ മുത്തലിബിന്റെ പേര് കുട്ടിയാൽ നബിയൊന്നും ഒന്നായിട്ട് പോലും അംഗീകരിച്ചിട്ടില്ല. എന്നാലും അബ്ദുൽ മുത്തലിബിന്റെ പേരമകനാ ബനു ഹാഷിമിന്റെ നേതാവാണ്. ബനു മഖ്സൂമുകാരുമായിട്ട് ബന്ധം വെക്കുമ്പം എന്തായാലും ബനു മഖ്സൂമിന്റെ മേലെ തന്നെയാണ് ബനു ഹാഷിം. അതുകൊണ്ട് അവർക്ക് ആർക്കും അതിൽ വിയോജിപ്പില്ല. പ്രശ്നത്തിന് നാലിനും പരിഹാരമല്ലോ, നാലിനും പരിഹാരമായി. എങ്കിലും ചടങ്ങിനെങ്കിലും ഈജാബ് പറയാൻ ഒരു രക്ഷിതാവ് വേണ്ടേ? അപ്പൊ അബൂ സലമ റളിയല്ലാഹു തആല അൻഹു ഇവരുടെ ബന്ധത്തിൽപ്പെട്ട അസബക്കാരനാണ്, അകന്ന അസബക്കാരനാണ്. അപ്പൊ അസബക്കാരനാവുന്ന അകന്ന ബന്ധുവിൻ്റെ മകൻ എന്ന നിലക്ക് അസബയിൽ വരും. സ്വന്തം മകൻ സലമത്ത് ഉള്ളേക്ക് മൂത്ത കുട്ടി, അതാണ് അവൻ്റെ കുട്ടിയാണ്. എന്നാലും ഒരു 5-6 വയസ്സൊക്കെ 6-7 വയസ്സിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്, തമ്മീസിൻ്റെ പ്രായം എത്തിയിട്ടുണ്ട്. ഈ കുട്ടിയാണ് മഹദിയായിരിക്കുന്ന ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ. അസബക്കാരൻ നിനക്ക് മകൻ എന്നുള്ള നിലക്കല്ല, മകൻ ഉമ്മാനെ കെട്ടിച്ചു കൊടുക്കാനുള്ള അധികാരം ഇസ്ലാമിലില്ല. പക്ഷേ ഭർത്താവ് പിതൃവ്യ പുത്രന്മാരിൽപ്പെട്ടവരായതുകൊണ്ട് അവരുടെ മകൻ അസബക്കാരനായിട്ട് വരും. അങ്ങനെ പ്രായപൂർത്തി എത്തിയിട്ടില്ലെങ്കിൽ പോലും ആ കുട്ടിയാണ് വലിയായിക്കൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിക്കാഹ് ചെയ്തു കൊടുത്ത് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹുവിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു കൊടുത്തു. എന്തിന്? ഈ ഗീറത്ത് പോയി കിട്ടാൻ. ആ ഗീറത്തിൻ്റെ നേർപരിഭാഷയാണ് ഈ ഗീറ എന്ന് പറയുന്നത്. അത് പഴയ അറബി മലയാളമാണെന്ന് മാത്രമേ ഉള്ളൂ. അറബി മലയാളത്തിലെ പല വാക്കുകളും അറബി വാക്ക് അങ്ങനെയാണ് ഉപയോഗിക്കുക. നമ്മളിന്നിപ്പോൾ അതൊരു മോശപ്പെട്ട പഴയ വാക്കായിട്ടാണ് കാണുന്നത്. അതല്ല, അറബിയിലെ ഗീറത്ത് നിന്ന് അയിന് കൊണ്ട് പറയുന്നത് നമ്മൾ അലിഫാക്കിയിട്ട് ഈറ എന്ന് പറയുന്നുള്ള വാക്യ മാറ്റമൊന്നുമില്ല. അഭിമാന രോഷം എന്നാണ് അതിന് പറയുക. അപ്പോൾ ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ അന്ന് മുതൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നത് വരെയും പിന്നീട് ഉമ്മഹാത്തുൽ മോമിനീങ്ങളിൽ ലാസ്റ്റ് വഫാത്തായ ആളാണ്. ഹിജ്റ 61 തൻ്റെ 85 അല്ലെങ്കിൽ 84 വയസ്സിലാണ് ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ ഇറഹുസ്മത്. അതുവരെ തൻ്റെ ഭർത്താവിൻ്റെ ബാക്കി വരുന്ന 8 ഭാര്യമാരിൽപ്പെട്ട ഒരാളോടും ഒരിക്കൽ പോലും ഒരു പ്രശ്നവുമില്ല. അങ്ങനെ ഒരാളെന്നെ ആ കുടുംബത്തിലില്ലാത്ത പോലെ. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ദുആൻ്റെ ബർക്കത്ത് നോക്കണം. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ ഉമ്മഹാത്തുൽ മോമിനീങ്ങൾ തമ്മിൽ എന്തെങ്കിലും സൗന്ദര്യപ്പടക്കുണ്ടായ പ്രശ്നം ഉണ്ടായാൽ 2 കക്ഷിയും മധ്യസ്ഥാക്കുക മുസലമാ ബിവിയെ. കാരണം അവർക്ക് അങ്ങനത്തെ ആരോടും ഒരു കുഴപ്പമില്ലാത്ത ശുദ്ധ മനസ്സാണ്. അപ്പോൾ കക്ഷി ചേരാതെ നിഷ്പക്ഷമായിട്ട് പറഞ്ഞോളൂ എന്നുള്ളവർക്ക് അത്രയും ഈ ആത്മാഭിമാനം, ആത്മരോഷം ഇല്ലാതായി. പക്ഷേ അപ്പോഴും മറ്റവർക്ക് ചെറിയ പ്രശ്നമുണ്ട്. കാരണം എന്താ? അബൂമയ്യത്തിൻ്റെ മോളാണ്. ലോകത്ത്, അറബി ലോകത്ത് അറിയപ്പെട്ട സുന്ദരിയാണ്. പടച്ചോനെ, തറവാടിത്വത്തിൽ ബനു ഹാഷിമിനോട് കടപിടിക്കുന്ന അതിൻ്റെ തൊട്ടടുത്തുള്ള മഖ്സൂമുകാരി അബൂമയ്യത്തിൻ്റെ മോള്, പ്രശസ്തയായ സുന്ദരി. എന്താകും പ്രശ്നം? ആയിഷ ബീവി പറഞ്ഞു, പലരും പല സ്ത്രീകളുടെയും സൗന്ദര്യത്തെ പറ്റി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവരെ പറ്റിയും കേട്ടു. ഞാനൊന്ന് പോയി നോക്കിയപ്പോൾ കേട്ടതൊന്നൊന്നുമല്ല, അതിനെക്കാട്ടിലൊക്കെ എത്ര ഭയങ്കരമാണ്. കേട്ടതൊന്നൊന്നുമല്ല, അതിനൊക്കെ വമ്പ സൗന്ദര്യമാണ്. ഇരിക്കപ്പുറത്തില്ല. അതിലൊക്കെ കാര്യത്തിനെ വിളിച്ച് നോക്കിയാൽ നമ്മൾ ആകെ പ്രശ്നമാകാനാണ് പോണത് ചോദിച്ചു. എന്ത് ചോദിച്ചു? ഉമ്മു സലമാനെ കെട്ടിയില്ലേ, ഇനിയിപ്പോൾ നമ്മളെ ആരെയും മാണ്ടി തരുമോ? അങ്ങനെ ആയിട്ടല്ല, അത് മനുഷ്യ സഹജമായ ഒരു ചിന്താഗതിയാണ്. ഒരു പെണ്ണ് എന്നുള്ള ആൾക്ക് വരുന്ന ചിന്തയാണ്. എന്തേന്ന് വെച്ചാൽ എന്താന്ന് ആൾക്കാർ അവരെ സൗന്ദര്യത്തെ പറ്റി പറയുന്നത്? പറയല്ല എന്ന് ഞാൻ പോയി നോക്കുമ്പോൾ ആ പറഞ്ഞതിലൊക്കെ എത്ര ഉഷാറാണ്. ജോമുണ്ടാക്കുക എനിക്ക് എൻ്റെ തമ്മീസായിന് കുട്ടി ചെറുതാണല്ലോ ഷബി, ഞാനൊന്ന് പോയി നോക്കാറ്. അങ്ങനെ അഫ്സാർ റളിയല്ലാഹു അൻഹു പോയി കണ്ടു നോക്കുമ്പോൾ അവർക്കും മനസ്സിലായി സംഗതി കുറച്ച് ഗൗരവം തന്നെ ഇത്. പക്ഷെ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ഒരു ബേജാറ് വേണ്ട. എന്ത് ചോദിച്ചു?
3-4 മക്കളുള്ളൊരു തള്ളയിലെ മധ്യവയസ്കായി ഒന്നും വരില്ല, ഒരു ഭീഷണിയാവില്ല, 2-3 കൊല്ലം കൊണ്ട് ഒന്നും അല്ലാതാവും. നമ്മളിപ്പോഴും ചെറുപ്പാണല്ലോ. 3-4 മക്കളുമായി 10 വയസ്സായി 2-3 കൊല്ലം കൊണ്ട് കത്തി തീരാനുള്ള ചൊർക്കേ ബാക്കിയുള്ളൂ. അത് പ്രശ്നമാവില്ല. പിന്നെ ഐഷാബി പറഞ്ഞ് അർസന്റെ വിലയിരുത്തൽ നല്ല കൃത്യാണ്. അവരാദ്യം തന്നെ പക്ഷേ അവരെ കൊണ്ട് ഇവർക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. വരുന്നതിന് മുമ്പുള്ള ചിന്ത. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം കഴിച്ചു. വീട് കൂടിയത് നേരത്തെ പറഞ്ഞ സൈനബ ബിൻത് ഹുസൈമ റളിയല്ലാഹു തആല അൻഹുവിന് വേണ്ടി നിർമ്മിച്ച വീട്ടിലാണ്. അങ്ങനെ ആ ജീവിതം ആരോടും അല്ലലില്ലാതെ, ആരോടും എതിർപ്പില്ലാതെ, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ എല്ലാവരും തൻ്റെ സഹോദരിമാരെ പോലെ കണ്ട് കുടുംബത്തിലെ ഒരു മധ്യസ്ഥ സ്ഥാനത്താണ് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ ജീവിച്ചു പോകുന്നത്. വലിയ ബുദ്ധിമതിയായിരുന്നു. സന്ദർഭോചിതമായ കാര്യങ്ങൾ മനസ്സിലാക്കാനും നടപടിയെടുക്കാനും നല്ല കഴിവും പക്വതയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെതിരിൽ ശത്രുക്കളെ 2 കക്ഷിക്കും എതിരാവുന്ന ഈ കുഴപ്പമുണ്ടാക്കിയവർക്കെതിരിലാണെങ്കിലും പുറപ്പെടാൻ പോകുന്ന ആയിഷ റളിയല്ലാഹു തആലയോട് കർശനമായി പറഞ്ഞു, നിങ്ങൾ പോകാൻ പാടില്ല, ഇത് നമ്മളെ പണിയല്ല, അതൊക്കെ ആണുങ്ങൾ ചെയ്യേണ്ട പണിയാണ്. നമ്മൾ വീട്ടിലിരുന്ന് ഉള്ള ഇൽമ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുക, അതിലൂടെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പൊരുത്തം സമ്പാദിക്കാനാണ് നമ്മൾ പോകാൻ പാടില്ല. പക്ഷെ അവരെ സ്വീകരിച്ചില്ല. അലി റളിയല്ലാഹു തആല അൻഹു തിരഞ്ഞെടുക്കപ്പെട്ട ഖലീഫയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അമീറുൽ മുഅ്മിനീനാണ്, ഖലീഫയാണ്, നിങ്ങൾക്ക് വേണ്ടി എല്ലാ പിന്തുണയും ഞാൻ പ്രഖ്യാപിക്കുന്നു. പക്ഷേ ഞാനൊരു സ്ത്രീയാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പത്നിയാണ്, അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങൂല. ഖർന ഫീ ബുയൂത്തികുന്ന എന്ന് നമ്മളോട് പറഞ്ഞതാണ്, അതുകൊണ്ട് നമ്മൾ ഇറങ്ങൂല. പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തു തരാം. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ മകൻ ഉമർ, അവനെന്തിനും യോഗ്യനാണ്, നല്ല യോദ്ധാവായി, നല്ല നിറഞ്ഞ യൗവനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അവനെ ഞാൻ എനിക്ക് പകരം നിങ്ങൾക്ക് വേണ്ടി വിട്ടുതരുന്നു. അങ്ങനെ അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അവസാനം വരെ നടന്ന എല്ലാ സംഭവങ്ങളിലും അലി റളിയല്ലാഹു തആല അൻഹുവിന് സർവ്വ പിന്തുണയും പ്രഖ്യാപിച്ച് ഒരു പടയാളിയായി ജീവിക്കുകയാണ് ഉമർ ബിൻ അബീ സലമ റളിയല്ലാഹു തആല അൻഹു ചെയ്തത്. അതോടുകൂടി എന്ത് വിഷയങ്ങൾ വന്നാലും ചർച്ച നബി തങ്ങളുടെ കാലത്ത് തന്നെ നമുക്കൊക്കെ സുപരിചിതമായൊരു സംഭവമുണ്ട്. ഹുദൈബിയ സന്ധി കഴിഞ്ഞു. 6 വർഷമായിട്ട് മക്കയിൽ വരാനോ ഒരു തവാഫ് ചെയ്യാനോ സാധിക്കാത്ത മുഅ്മിനീങ്ങൾ പ്രതീക്ഷയോടുകൂടി ഉംറ ചെയ്യാമെന്ന നിലക്ക് ഹറമിൻ്റെ തൊട്ട് വിളിപ്പാടകരെ എന്നല്ല, ഹുദൈബിയൻ്റെ പൗതി ഹറമിലും പൗതി ഹറമിൻ്റെ പുറത്തുമാണ്. ഹുദൈബിയ എന്ന് പറയുന്ന പ്രദേശം പൗതി ഹറമിലും പൗതി പുറത്തുമാണ്. അത്ര ഹറമിൻ്റെ തൊട്ട് ചാരെ എത്തിയിട്ട് ആ ഹറമിലൊന്ന് കയറാനോ ക്യാമ്പൊന്ന് കാണാനോ പോലും സമ്മതിക്കാതെ തടഞ്ഞു വെച്ചെടുത്ത് കരാറായി. ഇക്കൊല്ലം എന്തായാലും മക്കത്ത് വന്നുകൂടാ, തിരിച്ചു പോകണം, അടുത്ത കൊല്ലം വന്ന് നിങ്ങൾക്ക് ഉംറ ചെയ്ത് 3 ദിവസം മക്കയിൽ താമസിക്കാമെന്ന കരാറാണ്. ഈ കരാറിൽ മുഅ്മിനീങ്ങളെല്ലാം വലിയ ദുഃഖിതരാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള കുറച്ച് ആളുകൾക്ക് മാത്രമേ ആ കരാറിൻ്റെ പ്രാധാന്യവും ഗൗരവവും മനസ്സിലായിട്ടുള്ളൂ. മറ്റവർക്ക് ബാഹ്യമായി നോക്കുമ്പോൾ വലിയ പരാജയമായിട്ടാണ് തോന്നിയത്. അവർക്ക് ഇവിടെ വരെ എത്തിയിട്ട് പടച്ചോനെ കഅബും തവാഫ് ചെയ്ത് തഅയ്യ് ചെയ്ത് തഹല്ലുലാകാതെ തിരിച്ചു പോകുകയെ ഇടിവിറ്റേറ്റേക്ക് ഇങ്ങനെ അന്തരന്നിങ്ങനെ നിൽക്കുകയാണ്. എന്നിടയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരാർ ഒപ്പിട്ട് കഴിഞ്ഞവൻ പറഞ്ഞു, എല്ലാവരും അവനവൻ്റെ പക്കലുള്ള ബലിമൃഗങ്ങളെ അറുത്ത് മുടി മുറിച്ച് തഹല്ലുലായിക്കോളൂ. ഇവരിങ്ങനെ അമ്പരന്നിരിക്കുക. രണ്ടാമത് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരും അനങ്ങിയില്ല. മൂന്നാമത് വീണ്ടും പറഞ്ഞു. ആളുകളൊക്കെ എന്തോ സംഭവിച്ചതുപോലെ അങ്ങനെ, കാരണം അവരുടെ മനസ്സിനേറ്റ ആഘാതം അത്ര വലുതായിരുന്നു. എന്താണ് ഈ പറയുന്നത്? ഇവിടെ എത്തിയിട്ട് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തു വന്നിട്ട് ഉംറ ചെയ്യാതെ തിരിച്ചു പോകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചാൽ അനുസരിക്കൽ വുജൂബല്ലേ? അതറിയാത്തവരല്ല സഹാബത്ത്. പക്ഷേ അവർക്ക് ചെറിയൊരു പ്രതീക്ഷ പിന്നെയും.
നമ്മളിങ്ങനെ വാശി പിടിച്ച് നിന്നാൽ ഏതായാലും ഇവിടെ എത്തിയതല്ലേ, നമ്മൾക്കൊന്ന് പോയി തവാഫും സൈൻ ചെയ്ത് പോരാമെന്നൊരു വാക്ക് പറഞ്ഞ് കിട്ടിയാലോ എന്നൊരു പ്രതീക്ഷ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട ഏറ്റവും വലിയൊരു ദുഃഖകരമായ അനുഭവമായിരുന്നു. തൻ്റെ സഹാബത്തിനോട് 3 പ്രാവശ്യം ആവർത്തിച്ചൊരു കാര്യം പറഞ്ഞിട്ട് ആരും ഒന്നും ചെയ്യുന്നില്ല എന്ന് അത് തങ്ങൾക്ക് വല്ലാതെ വിഷമായി. അപ്പം ഈ യാത്രയിൽ കൂടെ പോയ കൂട്ടത്തിൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണ് ഭാര്യ. ഓരോ യാത്രയിൽ ഓരോരുത്തരെ നറുക്കിട്ടാവുണ്ടോ. അങ്ങനെ തമ്പിൽ കയറി വരുമ്പം വല്ലാത്ത വിഷമവും അസ്വസ്ഥതയൊക്കെ ഉണ്ട്. കണ്ടപ്പോൾ തന്നെ ചോദിച്ചു, എന്തായാലും ഈ എന്തൊരു വിഷമം, വല്ലാതെ വിഷമം. നിങ്ങൾക്കറിയില്ലേ, ഞാനിവരോട് മുടിമുറിച്ച് തഹല്ലുലാൻ വേണ്ടി 3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടും അവരെന്തോ ഇടിവെറ്റിട്ടേറ്റതുപോലെ ഇങ്ങനെ അന്താളിച്ചിരിക്കുകയാണ്, ആരും അനുസരിക്കുന്നില്ല. ഉടനെ അവർ പറഞ്ഞു, അത് നിങ്ങൾ ബേജാറാണ്ട, ആളുകൾ അങ്ങനത്തെ ഒരു ആഘാതത്തിലാണുള്ളത്. പക്ഷെ അവർ പറഞ്ഞത് അനുസരിക്കണം എന്നല്ലേ താല്പര്യം. ഇനി ഞാനൊരു കാര്യം പറയാം, തങ്ങൾ ആരോടും മിണ്ടണ്ട, നേരെ ഇവിടെ നിന്ന് ഇറങ്ങുക. ഇറങ്ങിയിട്ട് തങ്ങളുടെ ബലിമൃഗത്തെ തങ്ങൾ തന്നെ അങ്ങോട്ട് അറക്കുക. എന്നിട്ട് മുടി മുറിക്കുന്ന ഒരാളെ വിളിച്ചിട്ട് ആള് കാണുന്നോടത്ത് വെച്ച് തങ്ങളാണ് മുടി കളഞ്ഞാൽ എന്നാൽ പ്രശ്നത്തിനൊക്കെ പരിഹാരം ഉണ്ടാവുന്നത്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 100% അക്ഷരാർത്ഥത്തിൽ എന്തെടുത്തു? മുഖവിലക്കെടുത്തു. ഭാര്യമാരോട് മുഷാവറ ചെയ്തിട്ട് ഭാര്യ ഒരു നല്ല അഭിപ്രായം പറഞ്ഞാൽ അതിൻ്റെ എതിര് ചെയ്യണം എന്നൊക്കെ ചില വയലിലൊക്കെ കേൾക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൽ അങ്ങനെയല്ല കാണുന്നത്. നേരെ വന്ന് പറഞ്ഞതുപോലെ തന്നെ ആരോടൊന്നും പറഞ്ഞില്ല. എല്ലാവരും കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഒട്ടകത്തെ അറുത്തു. എന്നിട്ട് മുടി കളയുന്ന ആളെ വിളിച്ചിട്ട് എല്ലാവരും കാണുന്നൊരു ഉയരമുള്ള സ്ഥലത്ത് ഇരുന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുടിയാണ് കളഞ്ഞു. അപ്പോൾ അവരുടെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. ഇനി ഈ യാത്രയിൽ മക്കത്ത് പോയി ഉംറ ചെയ്യാൻ പറ്റില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തഹല്ലുലായി കഴിഞ്ഞു. അപ്പോൾ പിന്നെ എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്ത് ചെയ്യണം എന്നറിയാതെ അമ്പര് നിന്നൊരു പ്രശ്നം വളരെ സിമ്പിളായി പരിഹരിക്കാൻ മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അവസരോചിതമായ ഇടപെടലാണ്. അവർ പിന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം വീട്ടിലിരുന്ന് ഇൽമ് പഠിപ്പിക്കലും ഇബാദത്ത് ചെയ്യലും മക്കളെ പരിപാലിക്കലും അല്ലാത്ത മറ്റെല്ലാ കാര്യങ്ങളും വിട്ടു. ഹജ്ജിന് പോലും പിന്നീട് അവർ പുറത്തു പോയിട്ടില്ല. ഖർനഫീ ബുയൂത്തികുന്ന അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. ഹജ്ജ് കഴിഞ്ഞ് പോരുമ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹാദിഹി സുമ്മ ളുഹ്റുൽ ഉസ്ർ, ഇതാണ് യാത്ര അവസാനത്തിൽ. ഇനി നിങ്ങൾക്ക് വീട്ടിൽ പായലിരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഇബാദത്ത് ചെയ്താൽ മതി. അത് അക്ഷരാർത്ഥത്തിൽ ഇതേ ഫർളുള്ളൂ എന്നർത്ഥം വെച്ച് കണ്ടാണ് ബാക്കി ഭാര്യമാർ അധികവും പോകുന്നത്. അതെ, അങ്ങനെ ഇൽമ് പഠിപ്പിക്കുക. ആയിഷ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ തൊട്ടടുത്ത ഇൽമ്, അത്ര അല്ലെങ്കിലും അത് കഴിഞ്ഞാൽ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട ഏറ്റവും വലിയ ഇൽമിൻ്റെ ഉടമ മഹദി അവർകളാണ്. ഹദീസ് പഠിപ്പിക്കുക, ഖുർആൻ പഠിപ്പിക്കുക, വിഷയങ്ങളിൽ ഫത്വ ചോദിച്ചു വരുന്നവർക്ക് ഫത്വ കൊടുക്കുക. ഇങ്ങനെ തൻ്റെ ദീർഘകാലത്തെ ജീവിതം മുസ്ലിം ഉമ്മത്തിൻ്റെ ഇഹപര വിജയത്തിന് വേണ്ടി തൻ്റെ കഴിവും അറിവും ഉപയോഗിച്ചുകൊണ്ട് ആ നാലുകെട്ടിൻ്റെ ഉള്ളിൽ ദീർഘകാലം ജീവിക്കാനുള്ള സൗഭാഗ്യമുണ്ടായി. ചരിത്രം പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ അവസാനം വഫാത്തായവരാണ്. ഹിജ്റ 61 ദൗർഭാഗ്യകരമായ കർബല സംഭവം ഉണ്ടാകുമ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ ജീവിച്ചിരിപ്പുണ്ട്. ഈ സംഭവം നടക്കുന്ന അന്ന് അവർ ഉച്ചക്ക് ഖൈലൂലത്തുറങ്ങ. ഉമ്മു സലമ റളിയല്ലാഹു ഉറക്കത്തിൽ പെട്ടെന്ന് ഞെട്ടി എണീറ്റ് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഞെട്ടി എണീച്ച്. എന്താ സംഗതി? അവരുറങ്ങുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണുക. അവിടുത്തെ തലമുടിയിലും താടിയിലും ഒക്കെ മണ്ണ്, ചുവന്നൊരു സൈസ് ചെമ്മണ്ണ് പരണ്ടിട്ടുണ്ട്. കയ്യിൽ ഒരു കുപ്പി നിറയെ രക്തവുമുണ്ട്.
ഇത് കണ്ട് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്താണിത്? അവിടുത്തെ താടിയിലും തലമുടിയിലും ഒക്കെ മണ്ണ് വരണ്ട് കിടക്കുന്നു, കയ്യിൽ ഒരു കുപ്പി രക്തം കാണുന്നു. മുസലമ, നീ അറിഞ്ഞില്ലേ, നമ്മളെ ആളുകൾ എൻ്റെ പൊന്നുമോന് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെയും അഹ്ലു ബൈത്തിനെയും കർബലയിൽ നിഷ്ഠൂരം കൊല ചെയ്തു. ആ യുദ്ധക്കളത്തിൽ നിന്ന് പറ്റിയതാണ് എൻ്റെ താടിയിലും തലയിലും നീ കാണുന്ന ഈ മണ്ണ്. ആ വിശുദ്ധ രക്തങ്ങൾ നിലത്ത് വീണപ്പം അത് ഞാൻ കുപ്പിയിൽ ശേഖരിച്ചതാണ്. സ്വപ്നാണ്. ആ സംഭവം അത് 61-ലാണ് ഹിജ്റ. ഈ 61-ൽ ഉമ്മു സലമ റളിയല്ലാഹു തആല ഉണ്ട്. അതോടുകൂടി അവർക്ക് ഈ വാർത്തയുടെ സ്ഥിരീകരണം വരിക കൂടി ചെയ്തപ്പോൾ അവർ പറ്റേ അവശയായിപ്പോയി. ഇങ്ങനൊരു പ്രതീക്ഷ ഈ സമുദായത്തിന് ഒരിക്കലും ഉണ്ടായിട്ടില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പേരമക്കളും പേരമക്കളുമാവുന്ന 10-23 അഹ്ലു ബൈത്തിൽപ്പെട്ട വിശുദ്ധ രക്തങ്ങൾ മുസ്ലിങ്ങളുടെ കരങ്ങളാൽ ചിന്തപ്പെട്ടു. ഇനി ഇതിലും വലിയൊരു മുസീബത്ത് എന്താണ് ഇനി ഈ സമുദായത്തിന് വരാനുള്ളത്? ആ ദുഃഖം അവരെ വല്ലാതെ ബാധിച്ചു. വയസ്സ് 84 കഴിഞ്ഞതുമാണല്ലോ. മാസങ്ങൾക്കുള്ളിൽ മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ വഫാത്താകുകയുണ്ടായി. അവർ അവസാനമായി വഫാത്തായത്. എന്നാൽ ആദ്യം വഫാത്തായത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹലോകവാസം വെടിയുന്ന സമയത്ത് ജീവിച്ചിരിപ്പുള്ള 9 പത്നിമാരിൽ ആദ്യം വഫാത്താവുന്നത് ബഹുമാനപ്പെട്ട സൈനബ ബിൻത് ജഹ്ഷാണ്. അത് വിശദീകരിക്കാൻ ഇന്ന് സമയമില്ല. എന്നാലും നീട്ടിവെച്ചാൽ എവിടേക്കും എത്തൂല. അങ്ങ് തുടങ്ങി വെക്കുക, ബാക്കി ഭാഗങ്ങൾ പിന്നീട് പോകാം. മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചുരുക്കി ആമുഖം മാത്രം പറയാം. പത്നി മഹദിയായ ഖദീജ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹയുടെ സഹോദരപുത്രനാണ് ഹക്കീം ബിൻ ഹിസാം. അവർ എല്ലാവരും വലിയ കച്ചവടക്കാരാണ്. എന്നാൽ ഹക്കീം ബിൻ ഹിസാം പ്രത്യേകിച്ച് പേരെടുത്ത് പറയേണ്ട വലിയ വ്യാപാരിയാണ്. അദ്ദേഹം ഒരിക്കലും ഒരു ചന്തയിൽ പോയപ്പോൾ ധാരാളം അടിമകളെ വിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വ്യാപാരത്തിൻ്റെ ഭാഗമാണ് അടിമ വ്യാപാരം. അങ്ങനെ ആ ചന്തയിൽ നിന്നിട്ട് ധാരാളം അടിമകൾ വാങ്ങി. കൂട്ടത്തിൽ 10 വയസ്സിൻ്റെ അടുത്തേ ഉള്ളൂ അന്ന് ഒരു സുന്ദരനായ രാജകീയ ലക്ഷണങ്ങളൊത്ത ഒരു കുട്ടി, ഒരു രാജകുമാരനാകാൻ ഒറ്റ നോട്ടത്തിൽ എല്ലാ യോഗ്യതയുള്ള ഒരു കുട്ടി അടിമൻ്റെ പട്ടികയിൽ. ആ കുട്ടിനെയും വാങ്ങി വീട്ടിലെത്തി. ഇടക്ക് അമ്മായിനെ കാണാൻ അവരിങ്ങോട്ട് വരും, അമ്മായി ചിലപ്പോൾ അങ്ങോട്ടും പോകും. അങ്ങനെ അങ്ങോട്ട് ചെന്ന് അല്ലെങ്കിൽ വിളിപ്പിച്ച് നോക്കുമ്പോൾ കുറേ അടിമകളുണ്ട്, വലുതും ചെറുതും ഒക്കെ. അമ്മായി, ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു അടിമനെ നിങ്ങൾക്ക് ഞാൻ അതിയായിട്ട് തന്നുവാണ്, എന്നാ മോനെ ഞാൻ നോക്കട്ടെ. അങ്ങനെ നടന്ന് നോക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ മഹദിയായ ഖദീജ റളിയല്ലാഹു തആല അൻഹക്ക് ബോധ്യപ്പെട്ടു, ഈ കുട്ടി തന്നെ 10 വയസ്സിങ്ങനെ ആയി വരുന്നുള്ളൂ. കണ്ടാൽ തന്നെ എല്ലാ അർത്ഥത്തിനും ഒരു രാജകുമാരൻ. യഥാർത്ഥത്തിൽ കുട്ടി രാജകുമാരൻ തന്നെയാണ്. ബനൂ കൽബ് ഗോത്രത്തിലെ രാജാവിൻ്റെ പുത്രനാണ്. ഹാരിസ് രാജാവായിരുന്നു. പിന്നെ ഇങ്ങനെ അടിമയെ വെച്ച് ഈ കുട്ടിയുടെ ഉമ്മ രാജ്ഞി വേറൊരു ഗോത്രക്കാരിയാണ്. തൻ്റെ ഗോത്രത്തിലെ തൻ്റെ കുടുംബത്തെ സന്ദർശിക്കാൻ വേണ്ടി പോകുമ്പോൾ കുട്ടിനെയും കൂട്ടിയിരുന്നു. അങ്ങനെ അവിടെ എത്തിയപ്പോഴാണ് ദൗർഭാഗ്യവശാൽ ഇവരും മറ്റൊരു ഖബീലയും തമ്മിൽ യുദ്ധം നടക്കുന്നത്. ആ നടക്കത്തിൽ കിട്ടിയതൊക്കെ അവർ പിടിച്ചു പോയ കൂട്ടത്തിൽ തൻ്റെ പ്രിയപ്പെട്ട മകൻ സൈദിനെയും തടപിടിച്ചു. ബനൂ കൽബ് ഗോത്രത്തിൽപ്പെട്ട ഈ കുട്ടി, രാജകുമാരനായ കുട്ടിയെ അടിമയായിട്ട് പോയി പിടിച്ചാൽ, അങ്ങനെയാണല്ലോ കാലത്ത് യുദ്ധത്തിൽ പിടിച്ചൊക്കെ അടിമകളാണ്. അങ്ങനെ ഇത് കൊണ്ടുവന്ന് വിൽക്കുന്ന സൂക്കുന്ന ആരെ കിട്ടുന്ന ഈ കുട്ടിനെ ഹക്കീം ബിൻ ഹിസാമിന് കിട്ടുന്നത്. അപ്പോൾ ആ കുട്ടിനെ തിരഞ്ഞെടുത്തു കൊടുത്തു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിക്കുന്നത്. ആ വിവാഹം കഴിച്ച് വീട്ടിൽ ചെന്നപ്പോൾ
ഈ കുട്ടീനെ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുമ്പോൾ അങ്ങനെയാണ്. കുട്ടികൾ വിളക്കുണം മുളയിൽ തന്നെ അറിയുന്നതാണല്ലോ. രാജകീയ ലക്ഷണങ്ങളൊത്ത എല്ലാ നിലക്കും ഒരു യോഗ്യനായ കുട്ടിനെ ഇടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ട് നബി തങ്ങൾ എന്ന് കണ്ടപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ നബി തങ്ങളുടെ താല്പര്യത്തിനായിട്ട് ജീവിച്ച മനുഷ്യനാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. കണ്ടപ്പോൾ ചോദിച്ചു, നബിയെ ഈ കുട്ടിനോട് നിങ്ങൾക്ക് പ്രത്യേക സ്നേഹം തോന്നുന്നുണ്ടോ? അന്ന് നബിയായിട്ടില്ല കേട്ടോ. അങ്ങനെ ആ കുട്ടിയോട് എനിക്ക് പ്രത്യേക ഒരു സ്നേഹം, എന്നാൽ ഞാൻ തങ്ങൾക്ക് കഥയെന്ന് പറഞ്ഞു. എൻ്റെ മകൻ തന്നതാണ് അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഥയോ. ഇപ്പം വാപ്പയും മെളാപ്പയും അറബി നാടുകളാവുന്ന നാടുകൾ മുഴുവനും തെണ്ടിത്തെരഞ്ഞ് തൻ്റെ മകനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് കാരണം വേണ്ടി രാജാക്കന്മാരാണ്. എത്ര ലക്ഷം കൊടുക്കണമെങ്കിലും കൊടുക്കുക, എത്ര നൂറൊട്ടകങ്ങൾ വേണമെങ്കിലും കൊടുക്കുക, കുട്ടിയെ രക്ഷിക്കണം എന്നൊറ്റ ലക്ഷ്യം. അങ്ങനെ നടന്ന് 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 കൊല്ലങ്ങളായി. അതിൻ്റെ ഇടക്കാണ് ഒരു ന്യൂസ്, മക്കയിൽ കുട്ടിയെ കണ്ടു എന്ന്. കാരണം ഇവരൊക്കെ വരുമല്ലോ ഹജ്ജിനും ഉംറക്കും. അങ്ങനെ ആരോ ആ കൽബോത്രക്കാരുടെ നിന്നിട്ട് ഹജ്ജിനും ഉംറക്കുമായിട്ട് വന്ന ആൾ ഈ കുട്ടീനെ മക്കത്ത് കണ്ടതാണ്. എന്ന് പറഞ്ഞു ബാപ്പയും മെളാപ്പയും കൂടി വന്നു, മക്കയിൽ വന്നു. അന്വേഷിച്ച് കുട്ടീനെ കണ്ടെത്തി. കുട്ടീനെ കണ്ടെത്തിയപ്പോൾ ഉണ്ടായ സന്തോഷത്തിനൊരു കണക്കില്ല. എന്തായാലും ഒരു മാന്യ തറവാട്ടിൽ കുട്ടി ഉണ്ടല്ലോ, നഷ്ടം കൊടുത്താൽ നമുക്ക് കുട്ടീനെ തിരിച്ചു കിട്ടുമെന്നായി. അങ്ങനെ അന്വേഷിച്ച്, അന്ന് അൽ-അമീനാണ്, നബിയായിട്ടില്ല, അൽ-അമീൻ്റെ സംരക്ഷണത്തിലാണ് കുട്ടി എന്നറിഞ്ഞപ്പം അവരെ സമീപിച്ചു. ബാപ്പയും മെളാപ്പയും സമീപിച്ചിട്ട് പറഞ്ഞു, അബ്ദുൽ മുത്തലിബിൻ്റെ മോനെ, അവരൊക്കെ അങ്ങനെ അബ്ദുള്ള എന്നവരത്ര പരിചയമല്ല, അബ്ദുൽ മുത്തലിബിൻ്റെ മോനെ, നിങ്ങൾ ഹറമിൻ്റെ ആളുകളാണ്, കഅബ ഷരീഫിൻ്റെ പരിപാലകരാണ്, അള്ളാഹു ബഹുമാനിച്ച മഹാന്മാരാണ്, നിങ്ങളെപ്പോഴും സൽഗുണ സമ്പന്നരാണ്, അതുകൊണ്ട് പാവപ്പെട്ട ഞങ്ങളോട് ദയ ചെയ്യണം. എന്താ പ്രശ്നം, എന്താ പ്രശ്നം? സംഗതി പറയും. ഞങ്ങളെ മോനാണ് നിങ്ങളെ ഈ അടിമയായിട്ടുള്ള കുട്ടി, ഞങ്ങൾ അടിമകളല്ല. യഥാർത്ഥത്തിൽ ഒരു അക്രമത്തിൽ ഒരു കൊള്ള സംഘത്തിൻ്റെ പിടിയിൽപ്പെട്ട് പോയതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് സാധ്യമാവുന്ന എന്ത് നഷ്ടപരിഹാരവും തരാം. അതുകൊണ്ട് ഞങ്ങൾക്ക് താങ്ങാൻ കഴിയുന്ന ഒരു നഷ്ടപരിഹാരം നിങ്ങൾ ആവശ്യപ്പെടാം, അത് ഞങ്ങൾ തരാം, ഞങ്ങളുടെ മോനെ തിരിച്ചു തരണം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, അവ വയറതാലിക്ക, അതല്ലാത്ത വേറെ പരിഹാരം വല്ലതും ഉണ്ടെങ്കിലോ വെച്ച്. എന്താന്ന് വെച്ച്, ഞാൻ കുട്ടീനെ വിളിപ്പിക്കാം, എന്നിട്ട് നിങ്ങളെ കൂടെ പോരണോ എന്ന് ഞാൻ ചോദിക്കും. കുട്ടി മനസ്സാൽ നിങ്ങളെ കൂടെ പോരുകയാണെങ്കിൽ എനിക്ക് നിങ്ങളൊരു കാശും തരണ്ട, ഞാൻ കുട്ടീനെ വിട്ടോളാം. അതേ സമയത്ത് കുട്ടി എൻ്റെ കൂടെ നിൽക്കാനാണ് താല്പര്യപ്പെടുന്നതെങ്കിൽ ഞാൻ ആ കുട്ടീനെ നിങ്ങൾ മക്ക നിറയെ സ്വർണം തന്നാലും തരൂല. എന്നെ തിരഞ്ഞെടുത്ത ഒരാളെ ഞാൻ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കും. അപ്പോൾ ഇവർക്ക് ധൈര്യമായി. എന്തായാലും നല്ല തമ്മീസായ കുട്ടിയാണ്, 8-9 വയസ്സായിട്ടില്ലേ. അപ്പോൾ ബാപ്പാനെയും അളാപ്പാനെയും കണ്ട പെരെ പോയ അമ്മയും ബാക്കിയുള്ളവരും ഉണ്ടാവും ചെയ്യുമല്ലോ. സ്വന്തം നാടും ഉമ്മ വാപ്പമാരെയും കുടുംബത്തെയും ഒഴിവാക്കാൻ എന്തായാലും കുട്ടി തയ്യാറാവില്ല. ഇവർക്ക് വലിയ സന്തോഷമായി. വിളിപ്പിച്ചു. ഇനി തങ്ങൾ ചോദിച്ചു, ഇതാരാണ് മോനെ ചോദിച്ചു. കുട്ടിക്ക് നല്ലോ അറിയാം, ഇതിൻ്റെ ബാപ്പയാണ്, മറ്റേൻ്റെ അമ്മാണ്. ഓറ് വന്നതേ നിന്നെ കൂട്ടി പോകാനാണ്. നിന്റെ അഭിപ്രായം എന്താ, നീ ഓരോ കൂട്ടത്തിൽ പോകണോ? മുഖത്തേക്ക് നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തുക്കുന്നു, ഞാൻ പോകുന്നില്ല. ഇവർ ഇടിവെട്ടാക്കി എന്താ കേൾക്കുന്നത്? അടിമയായിട്ട് നിൽക്കാന്ന് കുട്ടി. അങ്ങോട്ട് പോന്നാൽ രാജകുമാരനാ, കുടുംബത്തിലാന്ന് മാത്രമല്ല രാജകുമാരനാ. അത് ഒഴിവാക്കിയിട്ട് ഇവിടെ അൽ-അമീൻ്റെ അടിമയായിട്ട് നിൽക്കാന്നാ പറയുന്നത്. എന്താ മോനെ പറഞ്ഞത്? നിനക്ക് രാജകീയമായ ജീവിതമല്ലേ നിൻ്റെ കുടുംബത്തിൽ, അത് ഒഴിവാക്കി നീ ഇവിടെ അടിമയായിട്ട് നിൽക്കണോ എന്ന് പറഞ്ഞപ്പം ലഖദ് റഅയ്തു മിൻ ഹാദാ ഷൈഅൻ ലാ അത്റുകുഹു അബദാ, ഞാൻ ഈ കാലത്തിനിടയിൽ ഇവരിൽ നിന്നിട്ട് വല്ലാത്ത ചില ഗുണങ്ങൾ ഞാൻ ദർശിച്ചിട്ടുണ്ട്. അത് വിട്ടു പോരാൻ ഞാനൊരു ഉമ്മാൻ്റെ കൂടി ബാപ്പാൻ്റെ കൂടി ആരും കൂടി പോരാൻ തയ്യാറല്ല. ഇനിയിപ്പോൾ ഒന്നും പറയാല്ലോ, പൈസ കൊടുത്താൽ കിട്ടൂല എന്നായില്ലേ. എന്നാലും അവർക്കൊരു പൊറുതിയേടായി. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താക്കി, മക്കയിലുള്ള എല്ലാ ഗോത്രത്തലവാന്മാരെയും വിളിച്ചു വരുത്തി. അന്ന് അൽ-അമീനാണല്ലോ, എല്ലാവരും ബഹുമാനിച്ച് അംഗീകരിക്കുന്ന.
വിളിച്ചു വരുത്തിയിട്ട് ഇവർ ഈ വാപ്പി മെളാപ്പി നിൽക്കുന്നിടത്തെന്ന് പറഞ്ഞു. അന്ന് ദത്തെടുക്കൽ സമ്പ്രദായം നിലനിൽക്കുന്ന കാലം. മറ്റൊരാളുടെ മകനെ എൻ്റെ മകനായിട്ട് എനിക്ക് ദത്തെടുക്കാം. അങ്ങനെ ദത്തുപുത്രന് സ്വന്തം മക്കളെപ്പോലെ അനന്തരാവകാശം ഉൾപ്പെടെ എല്ലാം അക്കാലത്തുണ്ട് താനും. അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ എല്ലാ ഗോത്രത്തലവന്മാരും തടിച്ചുകൂടിയ സ്ഥലത്ത് കുട്ടിയുടെ വാപ്പയെയും പിതൃവ്യനെയും സാക്ഷി നിർത്തിക്കൊണ്ട് പറഞ്ഞു, സയ്യിദുൻ ഹാദാ ഇബ്നി മിനൽ യൗം, ഇന്ന് മുതൽ ഈ സെയ്ദ് എൻ്റെ മകനാണ്. എന്നെ തബന്നി ചെയ്തു, ദത്തെടുത്തു. ഞാൻ ആദ്യം മരിച്ചാൽ എൻ്റെ സ്വത്തുനിന്ന് കുട്ടിക്ക് അനന്തരം കിട്ടും, കുട്ടി മരിച്ചാൽ അവൻ്റെ സ്വത്തിൽ നിന്ന് എനിക്ക് അനന്തരം കിട്ടുന്ന രക്തബന്ധത്തിലുള്ള മകൻ്റെ സ്ഥാനത്ത് ഞാൻ ഇവനെ പുത്രനായി സ്വീകരിച്ചിരിക്കുന്നു. അപ്പം പാപ്പാക്കും എളാപ്പാക്കും സന്തോഷമായി. അവിടെ രാജകുമാരനായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഉന്നതമായ സ്ഥാനമാണ് അബ്ദുൽ മുത്തലിബിൻ്റെ പേരക്കുട്ടിയാണ്. മക്കയിൽ എല്ലാവരും വല്ലമീൻ എന്ന് പറഞ്ഞ് ബഹുമാനിക്കുന്ന ആളാണ്. അവരുടെ മകനാകുക എന്ന് പറഞ്ഞാൽ പോരാകല്ല. അവർ സന്തോഷമായിട്ട് അവർ തിരിച്ചുപോയി. അന്ന് മുതൽ സെയ്ദ് ബിൻ മുഹമ്മദ് എന്ന പേരിലാണ് പിന്നീട് ഹിജ്റയൊക്കെ കഴിഞ്ഞ് കൊല്ലങ്ങൾക്ക് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നൂറിലൂടെ നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് ആയത്തിറക്കുന്നത് വരെ, സൂറത്തുൻ നൂറല്ല ഹിജ്റാത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമം മാറ്റുന്നത് വരെ. അഹ്സാബിലോ സൂറത്തിൻ്റെ പേര് അഹ്സാബിലോ ഉദ്ഉഹും ലിആബാഇഹിം ഹുവ അഖ്സതു ഇൻദല്ലാഹ് فإن لم تعلموا آباءهم فإخوانكم في الدين ومواليكم. നിങ്ങൾ ദത്ത് എടുത്തുകൊണ്ട് മറ്റൊരാളുടെ മക്കളെ നിങ്ങളെ മക്കളാക്കേണ്ട പറ്റൂല. അതിന് തുടക്കം ആമുഖമായി അല്ലാഹു തആല പറഞ്ഞു എന്താണ്? മാ ജഅലല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി ഫീ ജൗഫിഹി. ഒരാൾക്കും ഉള്ളിൽ രണ്ട് കൽബ് അല്ലാഹു തആല പഠിച്ചിട്ടില്ല. ഒന്നിൽ മകനാണെങ്കിൽ മറ്റേൽ പോറ്റുമകനാകാൻ അങ്ങനെ രണ്ട് കൽബില്ല, ഒന്നേ ഉള്ളൂ. അതുപോലെ മക്കൾ തന്നെ ആവണം. ദത്തപുത്രന്മാരും ദത്തപുത്രികളും ഇസ്ലാമിലില്ല, അത് അനിസ്ലാമികമാണ്. ഈ ആയത്തിറങ്ങുന്നതുവരെ സെയ്ദ് ബിൻ മുഹമ്മദ് എന്നുള്ള പേര്. അങ്ങനെ അബ്ദുൽ മുത്തലിബിൻ്റെ പേരമകൻ്റെ മകൻ എന്ന പേരിൽ ബനൂ ഹാഷിമിലെ ഒരു മെമ്പറായിട്ട് ഖുറൈശികളെല്ലാവരും അംഗീകരിച്ച് പോരുന്നു. അങ്ങനെ രാജകുമാരനായി ജീവിക്കുന്ന സെയ്ദിന് ആദ്യം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം അടിമ സ്ത്രീയും തൻ്റെ ഉമ്മയെപ്പോലെ തന്നെ സംരക്ഷിച്ചു പോരുന്ന ഉമ്മു ഐമൻ റളിയല്ലാഹു തആല അൻഹയെ മക്കയിൽ നിന്നിട്ട് കെട്ടിച്ചു കൊടുത്തു. അതിൽ ജനിച്ച കുട്ടിയാണ് ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല. ആയിഷ ബീവിൻ്റെ അതേ പ്രായം. അപ്പോൾ നുബുവത്തിൻ്റെ 4-ാം കൊല്ലത്തിലോ 5-ാം കൊല്ലത്തിലോ ആണ് ഈ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു ഐമൻ ബീവിയെ സയ്യിദ് റളിയല്ലാഹു അൻഹു കെട്ടിച്ചു കൊടുക്കുന്നത്. ആയിഷ ബീവിൻ്റെ അതേ പ്രായമാണ് ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു. നബി തങ്ങൾ വഫാത്താകുമ്പം 2 പേർക്കും 18 വയസ്സ് പ്രായം. അല്ലാഹു സുബ്ഹാനഹു വ തആല ബാക്കി ഉമ്മുൽ മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് ചുരുങ്ങിയതിലെങ്കിലും മനസ്സിലാക്കാനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബാന്തരീക്ഷത്തിൻ്റെ വിശുദ്ധി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും എങ്ങനെ പരിഹാരം കണ്ടു എന്നും എത്ര വിശുദ്ധമായിരുന്നു ആ കുടുംബാന്തരീക്ഷം എന്നും മനസ്സിലാക്കാൻ തുടങ്ങാനുള്ളൊരു സൂചന മാത്രമായിട്ട് ഇത് കണ്ട് കൂടുതൽ പഠിക്കാൻ തയ്യാറാവണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.